ഞാൻ പറയുന്നത്, നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുവർ ഓൺലി ചോയ്സ് ഇസ് ബി എ ഫെമിനിസ്റ്റ്. ആക്ച്വലി ഇന്ന് കൂടുതൽ അധ്യാപകർ ഉപയോഗിക്കുന്ന പ്ലീസ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് എന്നാണ്. ഒന്ന് കേറടേ. കാരണം നമ്മുടെ സ്റ്റാഫ് റൂമിനകത്ത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട്. ഗോസിപ്പിങ്ങും കാഷ്വൽ ടോക്കും നടത്തുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഇലാമപ്പഴം ക്ലാസ് റൂമുകളാണ്. ഞാൻ ചെറുതായിട്ട് ഈ ലോ ഒന്ന് മാറ്റുകയാണ്. വെനെവർ ദർ ഈസ് എ ഫോഴ്സ്, ഡിങ്കൻ വിൽ അപ്ലൈ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ പറയുമ്പോൾ കുറേ അധികം സിലബസ് റിവിഷൻസ് നടത്താറുണ്ട്, കുറേ അധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഒരു 10-12 വർഷം മുമ്പ് ഞാൻ എക്സാം എഴുതിയപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് ആണോ ഞാൻ ഫേസ് ചെയ്തിരുന്നത്, അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വള്ളി പുള്ളി വിടാതെ ഇപ്പോഴും ഞാൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിംഗ അസമത്വം സത്യത്തിൽ തുടങ്ങുന്നത്, മനസ്സിൽ അടിയുറച്ചു പോകുന്നത് കുടുംബങ്ങളിൽ നിന്നല്ല. നമ്മൾ ഈ അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ് വേറെ പലതിനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. നമ്മൾ സായിപ്പിൻ്റെ ഡ്രസ്സ് ഇട്ടാൽ ഇന്റർനാഷണൽ സ്കൂളായെന്ന് വിചാരിക്കുന്ന ആളാണ്. എവിടെ? അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഒരു അധ്യാപിക എന്നുള്ള നിലയിലല്ല, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ സാധിക്കാറുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. അതിൻ്റെ ആദ്യത്തെ സെഷനിലേക്ക് നമുക്ക് കടങ്ങുകയാണ്. ഇപ്പോൾ ഹസ്കെ എന്ന വാക്ക് ഹീബ്രുവിൽ നിന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം വെളിച്ചമെന്നാണ്. അങ്ങനെയുള്ള 3 വെളിച്ചങ്ങളെയാണ് നമുക്കിന്ന് ലഭിച്ചത്. ഇവർക്കൊരു മുഖവരിയുടെ ആവശ്യമില്ല. വൈശാഖം തമ്പീൻ സർ MG കോളേജ് അധ്യാപകനാണ്, ശാസ്ത്ര പ്രചാരകനാണ്. ആരതി മാം കരമന NSS കോളേജിലെ അധ്യാപികയാണ്. അതോടൊപ്പം ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. ജീവ സർ, അദ്ദേഹം മഞ്ചേരി NSS കോളേജിലെ അധ്യാപകനാണ്, സാഹിത്യ നിരൂപകനാണ്. അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്, ആ ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഒരു കാലത്ത് നമ്മളെ ഏറെ പേടിപ്പെടുത്തിയിരുന്ന ഒരു വാക്കാണ്. ഒരു സാന്ദർഭികവശാൽ ഒരു ആർട്ടിക്കിളിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിൻ്റെ പഠന വൈകല്യങ്ങളെന്ന് അന്ന് പറഞ്ഞിരുന്നത് മൂലം അദ്ദേഹത്തിന് സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. അദ്ദേഹം ക്ലാസ്സിന് പുറത്തു നിന്നായിരുന്നു ഇതൊക്കെ കേട്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ലോകപ്രശസ്തനായ ഫുട്ബോൾ കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പോകാനായിട്ട് പറ്റില്ല സ്കൂളുകളിൽ. അപ്പോൾ ഇവരൊക്കെ ക്ലാസ്സിന് പുറത്ത് നിന്ന് എന്നാൽ ഗോളടിച്ച് നേടി നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ച വ്യക്തികളാണ്. എന്തു തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന പദം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ഒരു ശിക്ഷാരൂപേണ ഒരു വിദ്യാർത്ഥിയെ പുറത്തു കൊണ്ടുപോകുന്നതാണോ, അതോ അധ്യാപകനും വിദ്യാർത്ഥികളും പൊതുവെ നിഷേധികളായ വിദ്യാർത്ഥികളെയാണ് നമ്മൾ അങ്ങനെ പുറത്തെത്തിക്കാനായിട്ട് പറയുന്ന ഒരു പദപ്രയോഗം? അപ്പോൾ ഇതൊരു 3 പേർക്കുള്ളൊരു ജനറൽ ചോദ്യമാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ കുട്ടികളോടൊപ്പം നിങ്ങളും പുറത്തിറങ്ങി എന്താണ് ഇന്നത്തെ നവീനമായ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ഹസ്കയുടെ വേദിയിൽ 2ാമതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷവും ഇങ്ങനെ ഇരുന്നിരുന്നു. അന്ന് ഞാൻ ഈ അവസരം ഒരുക്കി തന്ന ഹസ്കയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇത്തവണ ഒരു അഡീഷണൽ നന്ദി കൂടി ഹസ്കയോടും പ്രത്യേകിച്ച് കിരണിനോടും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ 3ാമത്തെ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ കോളേജിലെ സഹപ്രവർത്തകയായിട്ടുള്ള ആരതിയെ ഈ വേദിയിൽ ഒപ്പം കിട്ടിയിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ കോളേജിലെ സഹപ്രവർത്തകനായിട്ടുള്ള വൈശാഖനെയും ഒപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്, റിസോഴ്സ് പേഴ്സൺസിൻ്റെ സ്ഥാനത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഇവരെ കേൾക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ വന്നിരിക്കുകയാണ്. റിസോഴ്സ് പേഴ്സണായിട്ടല്ല, ഇവർക്ക് അധ്യാപനത്തെക്കുറിച്ചും ഈ പറഞ്ഞ തീമിനെക്കുറിച്ചും എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. ആദ്യം മൈക്ക് എനിക്ക് തന്നതുകൊണ്ട് മാത്രം ഞാനിത് പാസ് ചെയ്യുന്നില്ല. ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വൈശാഖനിലേക്കോ ആരതിയിലേക്കോ കൊടുക്കാം. ഒരു സിനിമയെക്കുറിച്ചാണ്. ഗുരു എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, ഹിന്ദി ബൈലിംഗ്വലായിട്ട് ഇറങ്ങിയൊരു ഗുരു ഉണ്ട്. അതല്ല നമ്മുടെ മലയാളം ഇത്. ഞാൻ പലപ്പോഴും സിനിമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ക്ലാസ് റൂമിൽ കുട്ടികളോട് പറയും, ഞാൻ ഈ പറയുന്ന സിനിമ ഞങ്ങളുടെ ജനറേഷൻ്റെ സിനിമയാണ്, നിങ്ങളുടെ അല്ല എന്ന് പറയും. പക്ഷേ ഗുരുവിനെ കുറിച്ച് എനിക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് കണ്ടവരുണ്ടാവും, കാണാത്തവരായിരിക്കും ചിലപ്പോൾ ഭൂരിഭാഗവും. മോഹൻലാലിൻ്റെ സിനിമയാണ്. നമ്മുടെ ജഡായിപ്പാറയൊക്കെ ഡിസൈൻ ചെയ്ത രാജീവ് അഞ്ചൽ ആണ് ആ സിനിമ സംവിധാനം ചെയ്തതെന്നാണ് ഓർമ്മ. പിന്നെ എനിക്ക് തോന്നുന്നു
ആദ്യമായിട്ട് നമ്മൾ വസ്ത്രാലങ്കാരത്തിനൊരു ഓസ്കാർ ശ്രമമൊക്കെ നടത്തിയത് ഈ മലയാള സിനിമ വെച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ തീം അറിയാലോ, ഒരു വർഗീയതയാണ്, വർഗീയതയ്ക്കെതിരെയുള്ളൊരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു ഫ്രൂട്ടുണ്ട്. ആ ഫ്രൂട്ടിൻ്റെ പേരാർക്കെങ്കിലും ഇലാമപ്പഴം. ഒരു സാങ്കല്പിക പഴമാണ്. ആ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് പറയാം, നമ്മുടെ ഈ തേങ്ങയിലൊക്കെയുള്ള ഒരു പൊങ്ങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇല്ലേ? തേങ്ങ മുളയ്ക്കാൻ പോകുമ്പോൾ അകത്തൊരു സാധനം ചിലപ്പോഴൊക്കെ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. ഏകദേശം അതുപോലെയാണ് അവരത് എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനത് കൊടുക്കുന്നതൊക്കെ. ആ കമ്മ്യൂണിറ്റിയിൽ ആർക്കും കണ്ണു കാണാൻ പറ്റില്ല അല്ലെ? രാജാവായിട്ട് സുരേഷ് ഗോപിയാണ് അഭിനയിച്ചത്. അവരുടെ ഇടയിലുള്ള ഒരു ആചാരമായിട്ട് സിനിമയിൽ കാണിക്കുന്നത്, കുഞ്ഞ് ജനിച്ച ഉടനെ ഇലാമപ്പഴം പിഴിഞ്ഞ് വായിലിട്ടിച്ച് കൊടുക്കും അല്ലേ? എല്ലാ കുഞ്ഞുങ്ങൾക്കും. അങ്ങനെയാണ് ആ ഗോത്രത്തിലേക്ക് ആ കുഞ്ഞിനെ അവർ ബാപ്റ്റൈസ് ചെയ്യുന്നത്, അല്ലെ മാമോദീസ മുക്കുന്നതെന്ന് പറയാം. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഇത്രയും വിശുദ്ധമായ ഇലാമപ്പഴത്തിൻ്റെ കുരു വിഷമാണ്. അങ്ങനെ ആ വിഷം കൊടുത്തിട്ടാണ് അതിൽ രഘുരാമൻ എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ കുരു വിഷമാണ്, പക്ഷേ ഈ പുറത്തുള്ള ഈ രസമാണ് കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കൊടുക്കുന്നത്. പക്ഷേ രഘുരാമനാണ് കുറേ കഴിഞ്ഞ് മനസ്സിലാവുന്നത്, ഇവർക്ക് ജനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാഴ്ചയുണ്ട്, എല്ലാവർക്കും കാഴ്ച പോകുന്നത് വിശുദ്ധമെന്ന് കരുതുന്ന ഈ ഇലാമപ്പഴത്തിൻ്റെ ചാറിറ്റിച്ച് കൊടുക്കുമ്പോഴാണ് പോകുന്നത്. രഘുരാമന് കാഴ്ച നഷ്ടപ്പെടുകയും അയാളെ കൊല്ലാൻ വേണ്ടി ഇലാമപ്പഴത്തിൻ്റെ വിഷക്കായ അവർ കൊടുക്കുകയും ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? രഘുരാമന് കാഴ്ച തിരിച്ചു കിട്ടും. ഇത്രയും കാലം വിഷം എന്ന് അവർ വിചാരിച്ചിരുന്ന ആ കായയാണ് കാഴ്ച കൊടുക്കുന്നത്. വിശുദ്ധം എന്നവർ കരുതിയിരുന്ന ആ രസമാണ് അവരുടെ കാഴ്ച, രാജാവിൻ്റെ ഉൾപ്പെടെ കാഴ്ച ഇല്ലാതാക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരിതുണ്ട്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇലാമപ്പഴങ്ങളുണ്ട് എന്നാണ് അതിൽ മതമാണ് പറയുന്നത്, വിശുദ്ധം എന്ന് നമ്മൾ കരുതുന്നതൊക്കെ. പക്ഷെ ആരും പറയാത്ത, അല്ലെങ്കിൽ വിദേശത്ത് മാത്രം ഭയങ്കരമായി ചർച്ചകൾ നടന്നിരുന്ന, പുസ്തകങ്ങൾ എഴുതിയിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഇലാമപ്പഴം ക്ലാസ് റൂമുകളാണ്. ഇലാമപ്പഴത്തിൻ്റെ പുറം കാമ്പാണ് ഞാൻ പറയുന്നത്. ക്ലാസ് റൂം അധ്യാപനം, വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിശുദ്ധം ഒന്ന് തോന്നാറില്ലേ? പുസ്തകം താഴെ വീണാൽ അപ്പം തന്നെ എടുത്ത് തൊട്ട് തലയിൽ വെക്കുക എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? പക്ഷെ നമ്മുടെ ക്ലാസ് റൂമുകൾ കാലങ്ങളായിട്ട് എന്തുമാത്രം, ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് റിഗ്രസീവ്, മലയാളത്തിൽ അതിന് തുല്യമായിട്ടൊരു പദം ഞാൻ പറയുന്നത് പിന്തിരിപ്പൻ എന്നാണ്. രാഷ്ട്രീയ ചർച്ചകളിലെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞോടുന്ന ആളല്ല, സമൂഹത്തെ ആകെ നിലവിലെ അവസ്ഥയിൽ നിന്ന് പിറകിലേക്ക് മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ക്ലാസ് റൂമുകൾ അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇത്രയും കാലം പഠിച്ച സ്കൂൾ, കോളേജ് ക്ലാസ് റൂമുകളാണോ ഇഷ്ടം, ഹസ്കിയുടെ ക്യാമ്പിൻ്റെ അന്തരീക്ഷമാണോ ഇഷ്ടം? തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾ ഓർക്കാൻ പോകുന്നത് ക്ലാസ് റൂമുകളാണോ, അല്ല ഹസ്കെ മാത്രമല്ല മറ്റ് ക്യാമ്പുകളിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. ക്യാമ്പിൻ്റെ അന്തരീക്ഷത്തിൽ പഠിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷത്തിലോ? ക്യാമ്പിൻ്റെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെയാണ്. ഞാനൊരു NSS പ്രോഗ്രാം ഓഫീസർ കൂടിയാണ് ഇപ്പം നിലവിൽ. നേരത്തെയും വളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ക്യാമ്പുകൾ അത്രമാത്രം പ്രൊഡക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ് റൂം റിഗ്രസീവ് ആണെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുകയാണ്. ഒരു സാമ്പിൾ കൂടി ഞാൻ പറയാം. ലിംഗ അസമത്വം സത്യത്തിൽ തുടങ്ങുന്നത്, മനസ്സിൽ അടിയുറച്ചു പോകുന്നത് കുടുംബങ്ങളിൽ നിന്നല്ല. ഒരു കുട്ടി അമ്മ അടുക്കളയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നു, അച്ഛൻ പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നു, ഇത് കണ്ടിട്ടല്ല ഇത് അടിയുറച്ചു പോകുന്നു. ഇത് വേരുറച്ചു പോകുന്നത് ക്ലാസ് റൂമിൽ ആളുകളെ അധ്യാപകർ ഇരുത്തിയിരിക്കുന്ന രീതിയിൽ കണ്ടിട്ടാണ്. ഇങ്ങനെയാണോ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കാറ്? വൈകി വരുന്ന ഒരു പെൺകുട്ടി ക്ലാസ് റൂമിൽ, ഇവിടെയല്ല പറയുന്നത്, വൈകി വരുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു പെൺകുട്ടി വളരെ ഓട്ടോമാറ്റിക്കായിട്ടും, ഒരു പഞ്ചാബി ഹൗസിൽ പറഞ്ഞ പോലെ ഒരു സൈഡ് വലിവ് എന്ന് പറയുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് പെൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈകി വരുന്ന ഒരു ആൺകുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ആൺകുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ തിരിച്ചുള്ള ചിന്ത, പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരുമിച്ചിരുത്താനുള്ള ചിന്തയും ചർച്ചയും കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അത് നിങ്ങളുടെ കാലത്താണ്, ഞങ്ങളുടെ കാലത്തല്ല, നിങ്ങളുടെ കാലത്താണ്. വാർത്തകൾ ആയിട്ട് ഫേസ്ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. അതിന് താഴെയുള്ള കമൻസ് നോക്കുക. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്താനുള്ള നീക്കം നടത്തിയപ്പോൾ പൊതുജനങ്ങളുടെയും മറ്റുള്ള കമൻസ് നോക്കുക. ഇനി മുതൽ സ്കൂളിൽ തൊട്ടിൽ കെട്ടാം,
കോണ്ടം വിൽക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കമൻസാണ് പൊതുജനങ്ങളാണ്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടായിരിക്കാം, അതേസമയം ആ അമ്മാവൻ ചിന്താഗതി കൊണ്ടായിരിക്കാം. പക്ഷേ ക്ലാസ് റൂമുകളാണ് ഈ ഇലാമപ്പഴം പോലെയാണ്. അവരറിയുന്നില്ല, കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നവരറിയുന്നില്ല ഈ വിശുദ്ധമെന്ന് കരുതുന്ന സാധനം. ക്ലാസ് റൂമുകളാണ് ലിംഗ അസമത്വം ഉൾപ്പെടെയുള്ള ഒരുപാട് നെഗറ്റിവിറ്റീസ് ക്യാരക്ടറിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള ഒരു സോഴ്സ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതൊരു ഗംഭീര തീമാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിന് പുറത്തേക്ക് ആദ്യം അധ്യാപകർ വരണം, എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ പതുക്കെ അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റൂ. നമസ്കാരം. ജീവ ഒരു പ്രത്യേക ലൈനിൽ തുടക്കമിട്ടു. അപ്പോൾ ഞാനൊരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കോയിൻസിഡൻസ്, ഒരു സാമ്യം കൂടെ കണ്ടു. ജീവയുടെ ആദ്യത്തെ കോളേജിലെ സഹപ്രവർത്തകയാണ് ആരതി, രണ്ടാമത്തെ കോളേജിലെ സഹപ്രവർത്തകനാണ് ഞാനിതുവരെ 2 കോളേജുകളിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ കോളേജിലെ സഹപ്രവർത്തകയാണ് ആരതി, എൻ്റെ രണ്ടാമത്തെ കോളേജിലെ സഹപ്രവർത്തകനാണ് ജീവ. ഇത് നിങ്ങളെങ്ങനെ പ്ലാൻ ചെയ്ത്? ഓക്കെ, ഫൺ പാർട്ട്. വിഷയത്തിലേക്ക് വരാം. അതായത് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ഇത് ഒരുപാട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന, ഈ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്നാണോ, 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 അങ്ങനെ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കും. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഇവിടെ ഈ ടൈറ്റിൽ ഫിക്സ് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആ പഴയ കേട്ട് പഴകിയതെന്ന് മോഡറേറ്റർ പറഞ്ഞ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം, ക്ലാസ്സിൽ മര്യാദയോടുകൂടി ഇൻവെർട്ടർ കോമ പെരുമാറാത്ത ആളുകളെ ശകാരിക്കാനോ ശിക്ഷിക്കാനോ ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് പൊതുവിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് വന്നു പോകും. അതാണ് കൂടുതൽ പോപ്പുലർ. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഇന്ന് പൊതുവിൽ ഈ ഒരു ശകാര വാക്കിന് വലിയ പ്രസക്തി ഇല്ല. അത് അങ്ങനെ അത് ഔട്ട് ഓഫ് യൂസ് ആണ്. ആക്ച്വലി ഇന്ന് കൂടുതൽ അധ്യാപകർ ഉപയോഗിക്കുന്ന പ്ലീസ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് എന്നാണ്. ഒന്ന് കേറടേ, ഇതാണ്. അത് പോസിറ്റീവ് മാറ്റമാണ്. അപ്പോൾ ഈ മാറ്റത്തെ കാണുമ്പോൾ ബേസിക്കലി ഞാനൊരു നാച്ചുറൽ സയൻസ് അധ്യാപകനായതുകൊണ്ട് ഞാനിപ്പോഴും ഇങ്ങനെ ഈ ചൂഴ്ന്ന് റൂട്ടിലേക്ക് പോകുക എന്ന് പറയുന്നൊരു അസുഖം എനിക്കുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്നത്, അത് ഇനി പുരോഗമനത്തിൻ്റെ കാഴ്ചപ്പാടിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടിലായാലും രാഷ്ട്രീയ കാഴ്ചപ്പാടിലായാലും ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയവും ചർച്ച ചെയ്യുമ്പോൾ പേഴ്സണലി ഞാൻ ചെന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലം ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന ഐഡിയ ആണ്. മനുഷ്യൻ്റെ പെരുമാറ്റം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സറൗണ്ടിങ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മനുഷ്യന് ബേസിക്കലി 2 തരം ബിഹേവിയറാണ് ഉള്ളത്. ഒന്ന് അപ്രോച്ച് ബിഹേവിയർ എന്ന് വിളിക്കും, മറ്റൊന്ന് അവോയ്ഡൻസ് ബിഹേവിയർ. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും, ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും നമ്മൾ ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. ഇതിൽ ഈ അപ്രോച്ച് ബിഹേവിയറിനെ നയിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലെ റിവാർഡ് സെൻറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഡോപ്പമൈൻ പാത്വേ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത്, നമ്മൾ എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ തോന്നുന്നത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ റിവാർഡ് സെൻറ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകുന്നതുകൊണ്ടാണ്. അതിന് ബ്രെയിനിൽ ഒരു പ്രത്യേക നെറ്റ്വർക്ക് തന്നെ ഉണ്ട്, അതിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും യു എൻജോയ് ഇറ്റ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു ഒരാളെ സഹായിക്കുമ്പോൾ, നിങ്ങൾക്ക് നഷ്ടം വരുന്ന രീതിയിൽ പോലും നിങ്ങളൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഈ ഡോപ്പമൈൻ പാത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻ എ സെൻസ് എല്ലാ പരോപകാരവും സെൽഫിഷ് കൂടിയാണ്. കാരണം നിങ്ങൾ ഇതാണ് ആസ്വദിക്കുന്നത്. ഇത് ആസ്വദിക്കുമ്പോൾ ആ പാത്വേ ആണ് നിങ്ങളെ കൊണ്ട് അപ്രോച്ച് ബിഹേവിയർ ചെയ്യിക്കുന്നത്. യു ആർ മോട്ടിവേറ്റഡ് ടു ഡു സംതിങ്. നിങ്ങൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നത്, നല്ലത് ഇൻവെർട്ടർ കോമ, നിങ്ങൾ നല്ലതെന്ന് കരുതുന്ന ഡ്രസ്സ് നിങ്ങൾ ധരിക്കുന്നത്, അത് നിങ്ങൾക്കൊരു റിവാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്കൊരു റിവാർഡ് തരുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും എപ്പോൾ എണീറ്റ് പോകും എന്ന എക്സ്പ്രഷനിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റിവാർഡ് സെൻറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊന്ന്. അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറയുന്നത് തിരിച്ചാണ്. ഫിയർ, ആങ്സൈറ്റി, ഇതൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് ആണ് എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്, അല്ലാതെ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലഷർ അല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത്, എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് അവരുടെ അപ്രോച്ച് ബിഹേവിയർ ആണോ അവോയ്ഡൻസ് ബിഹേവിയർ ആണോ?
അതായത് എൻ്റെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന റിവാർഡിന് വേണ്ടിയാണ് അവർ ഇരിക്കുന്നത്. എൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ പേടിച്ചിട്ടാണോ അവരിയ്ക്കുന്നത്? ഇതിൽ ആദ്യത്തേതാണെങ്കിലേ ക്ലാസ് റൂമിൽ ഇരുന്നത് കൊണ്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ ഉപയോഗിച്ചൊരു വാക്കാണല്ലോ അറ്റൻഡൻസ്, അല്ലേ? അറ്റൻഡൻസ് എന്ന വാക്കിന്, അറ്റൻഡ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇംഗ്ലീഷ് അധ്യാപനം അടുത്തിരുത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ടു അറ്റൻഡ്, അതൊരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്, ശ്രദ്ധിക്കണം. അറ്റൻഡ്, നമ്മളെ ബോധം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിന് ബയോളജിയിൽ പറയുന്ന ആദ്യത്തെ സിദ്ധാന്തം തന്നെ അറ്റൻഷൻ സ്കീമ തിയറി എന്നാണ്. അറ്റൻഷനാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ടീച്ചർ അറ്റൻഡൻസ് എടുക്കുമ്പോൾ കുട്ടി പറയുന്നത് എന്താണ്? പ്രസന്റ് സാർ. പ്രസന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഫിസിക്കൽ പ്രസൻസ് ആണ്. ഞാനിവിടെ ഉണ്ട്, പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ടീച്ചറിൻ്റെ മനോരാജ്യം, ടീച്ചർ സ്വപ്നം കാണുന്ന കിണാശ്ശേരി കുട്ടികൾ അറ്റൻഡൻസ് പറയുന്നതാണ്. കുട്ടികൾ പക്ഷേ പ്രസൻസിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്, അറ്റൻഡൻസ് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതൊരു അപ്രോച്ച് ബിഹേവിയർ അല്ല. അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഞാൻ മനസ്സിൽ ചെയ്യുന്നൊരു ചിന്താ പരീക്ഷണം, തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഞാൻ കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നു, പാരലായിട്ട് തൊട്ട് താഴത്തെ ഫാൻസി ഉദ്ഘാടനം ചെയ്യാൻ ഹണി റോസ് വരുന്നു. കുട്ടികളുടെ അപ്രോച്ച് ബിഹേവിയർ എങ്ങോട്ടായിരിക്കും? വളരെ സിമ്പിളാണ്. ഓക്കെ, കമ്പാരിസൺ. ഇനി അത്ര റിവാർഡിങ് എന്നല്ലെങ്കിൽ പോലും വെറുതെ കോളേജിൻ്റെ ഫ്രണ്ടിലത്തെ ബെഞ്ചിലിരിക്കാനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് രണ്ടിനും ഒരേ കോൺസിക്വൻസസ് ആണ്, രണ്ടുകൊണ്ടും പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വരുന്നില്ല. യു ഹാവ് 2 ചോയ്സസ്. ഒന്ന്, ക്ലാസ്സിലിരിക്കാം, ഫിസിക്സ് കേൾക്കാം, പഠിക്കാമെന്ന് ഞാൻ പറയില്ല. 2, കോളേജിൻ്റെ ഫ്രണ്ടിൽ ആ മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ബെഞ്ചിലിരിക്കാം. നിങ്ങളേത് ചൂസ് ചെയ്യും എന്ന് ഞാൻ ഇത് നേരിട്ട് ചോദിക്കൂല, അറിയാമല്ലോ, ബിക്കോസ് ഐ എം എ ടീച്ചർ. ചോദിക്കാൻ പറ്റത്തില്ല, റിസ്ക്കാണ്. അങ്ങനെ ചോദിച്ചാൽ ഇവർ എന്താണ് പറയാൻ പോകുന്നത്? അവർ ബെഞ്ചിലിരിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അതായത് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ, വേറെ ഒരു കോൺസിക്വൻസും ഇല്ല, രണ്ടിനും ഒരേ ചോയ്സ് ആണെങ്കിൽ അവർ ബെഞ്ച് ചൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇവിടെ സംസാരിക്കേണ്ടത്, ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. കാരണം നമ്മൾ സ്കൂളുകൾക്ക് എത്ര പഴക്കമുണ്ട് സ്കൂളിംഗ് എന്ന് പറയുന്ന ഐഡിയക്ക്? എന്നാൽ ഒരു ഗസ്, നമ്മൾ ഇന്നീ കാണുന്ന സ്കൂൾ സംവിധാനങ്ങളൊക്കെ വളരെ അടുത്ത കാലത്തുണ്ടായതാണ്. മോസ്റ്റ് പ്രോബബ്ലി എ റിസൾട്ട് ഓഫ് കോളനൈസേഷൻ, ബിക്കോസ് ദേ വാണ്ടഡ് സ്റ്റാഫ്. അവർക്ക് അച്ചടക്കത്തോടു കൂടി ജോലി ചെയ്യുന്ന, അതോറിറ്റിയെ അനുസരിക്കുന്ന, പണിഷ്മെൻറ്റിനെ പേടിക്കുന്ന സ്റ്റാഫിനെ വേണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾക്കും ജയിലുകൾക്കും ഭയങ്കര സാമ്യമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? റോൾ കോൾ ഉണ്ട് രണ്ടിടത്തും. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിലിരുന്നും മുഴുവൻ സ്കൂളും കാണാൻ കഴിയുന്ന ഒരു കൺസ്ട്രക്ഷനാണ് സ്കൂളുകൾക്ക് ഉണ്ടാവുക. ജയിൽ വാർഡൻ്റെ റൂമിൽ നിന്നും മുഴുവൻ സെല്ലുകളും കാണാൻ കഴിയുന്ന രീതിയിലാണ് ജയിലിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജയിലിലെ ഒരു സെല്ലിൽ കിടക്കുന്ന ആളിന് അപ്പുറത്തെ സെല്ല് കാണാൻ കഴിയില്ല. പക്ഷേ ഈ എല്ലാ സെല്ലുകളും ഈ സെൻട്രൽ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് ഒരാളിന് കാണാൻ പറ്റും. രണ്ടിടത്തും കൃത്യം ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കും, ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസിപ്ലിനാണ്. യു വാക്ക് വെൻ ഐ ടോക്ക് യു വാക്ക്, യു പീ വെൻ ഐ സേ യു പീ. അത്രയും സ്ട്രിക്റ്റ് ആണ്. കുട്ടികൾ ചോദിക്കണേ, സാർ ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ പൊക്കോട്ടെ. മുതിർന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാൻ കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട്. സാറിനൊന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല. കുട്ടിയാണെങ്കിൽ ഇരിയുടെ അവിടെ എന്ന് പറയാൻ പറ്റും, തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ. പിന്നെ ഇത് കാലങ്ങൾക്കനുസരിച്ചിട്ട് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, അതായത് കോളേജുകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം മുമ്പ് കോളേജ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വന്നിരുന്ന ഇമേജ് അല്ല ഇപ്പോഴത്തെ കോളേജ് അധ്യാപകർക്കുള്ളത്. കാരണം എന്നെ ഇപ്പോഴും എൻ്റെ കോളേജിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് ചിലപ്പോഴൊക്കെ തടഞ്ഞു നിർത്തും. 2 വീലറിൽ ചെല്ലും, വണ്ടി മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവിടെ വെച്ചിട്ട് പോകും. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വൈ ഇന്നത്തെ ടീച്ചേഴ്സ് കൂടുതലും പ്ലീസ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് എന്ന് പറയേണ്ടി വരുന്നതിന് പിന്നുള്ള കാരണം ഇതാണ്. ബിക്കോസ് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ചായി. കേരളത്തിലെ കോളേജുകളുടെ എണ്ണം കൂടി. കോളേജുകളുടെ എണ്ണം, ഈ ഹയർ എഡ്യൂക്കേഷൻ എന്തിനാണ്? നമ്മൾ കോളേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് അതായതുകൊണ്ട്. എന്തിനാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണത്?
എന്നൊരു വാക്ക് ശ്രദ്ധിച്ചില്ല, ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഇത്രയധികം ആളുകൾ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമൂഹങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ ഫിസിക്സിന് MSc പോകാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇൻ പ്രിൻസിപ്പിൾ എനിക്ക് ഫിസിക്സിനോട് അത്ര അഗാധമായ എന്തോ ഇഷ്ടമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്തിന് ഹയർ എഡ്യൂക്കേഷന് പോകണം? ഭയങ്കര കേട്ടാൽ പേടിക്കുന്ന വലിയ ഇക്വേഷൻസും ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവിൽ ഈ സോ കോൾഡ് ഡെവലപ്ഡ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെ എല്ലാവരും പോകുന്നൊരു സ്ഥലമല്ല. ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകും. ആ കാര്യത്തിൽ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മളെ നാട്ടിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് +2 കൊണ്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഡിഗ്രിക്ക് പോകുന്നു. ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും ഡിഗ്രി കൊണ്ടും കാര്യമൊന്നുമില്ല, അപ്പം നമ്മൾ PG പോകുന്നു. PG കഴിയുമ്പോൾ മനസ്സിലാവുന്നു അതുകൊണ്ടും കാര്യമൊന്നുമില്ല, എന്നാൽ പിന്നെ ഒരു PhD. ഈ ഒരു ലൈനിൽ നമ്മൾ എഡ്യൂക്കേഷനെ സമീപിച്ചു തുടങ്ങി. പിന്നെ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് ടീച്ചർ പറഞ്ഞില്ലെങ്കിലും ഗെറ്റ് ഔട്ട് ഓഫ് ദ കൺട്രി എന്ന് കുട്ടിയുടെ മനസ്സ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് പ്രസക്തമെങ്കിൽ മാത്രം അതിലേക്ക് വരാം. കാരണം അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. നമ്മളിപ്പോഴും പറയുന്നില്ല, ട്രെൻഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോവുക. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് പിന്നെ വരാം. ഞാൻ മൈക്ക് കൈമാറുന്നു. ആരതിരിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഹസ്കയുടെ വേദിയിൽ. അവർ പറഞ്ഞതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത സ്ഥലത്തെ എൻ്റെ കൊളീഗാണ് ജീവ. പിന്നെ ചേർത്തല കോളേജിൽ വരുമ്പോൾ വൈശാഖനുണ്ട്. ഒബ്വിയസ്ലി വളരെ കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഈ ഒരു സ്പേസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെയും കൊളീഗ്സിൻ്റെയും ഒക്കെ കൂടെ ഇരിക്കുമ്പം തീർച്ചയായിട്ടും ഇതൊരു കംഫർട്ടബിൾ സ്പേസ് ടു ടോക്ക് ആണ്. അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് വളരെ വിപുലമായിട്ട് അവർ സംസാരിച്ചു. ഞാനിപ്പോൾ എൻ്റെ കരിയറിൽ ആദ്യത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10.5 വർഷം മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു നല്ല ടീച്ചറായിരുന്നു. ഇപ്പോൾ ഭയങ്കര നല്ല ടീച്ചറാണെന്നല്ല പറയുന്നത്, അതൊരു എവല്യൂഷനാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 30 വർഷം വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളുടെ 29ാമത്തെ വർഷവും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഹൗ ടു ഹാൻഡിൽ എ ക്ലാസ് റൂം, അല്ലെങ്കിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ വളരെ കൺവെൻഷനലായ ഒരു ടീച്ചർ തന്നെയായിരുന്നു. എൻ്റെ PG കോഴ്സ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ എന്നെ എൻ്റെ സ്റ്റുഡൻസ് കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഞാൻ വളരെ കൺവെൻഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാ ടീച്ചേഴ്സിനെയും ഭയങ്കര ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ ഒരു ഒരു എലവേറ്റഡ് പൊസിഷനിലാണ് ഞാൻ എൻ്റെ അധ്യാപകരെ കണ്ടിട്ടുള്ളത്. സോ നാച്ചുറലി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അതാണ്, ഇനിയിപ്പോൾ ഞാൻ ടീച്ചറായില്ലേ, എല്ലാവരും എന്നെ അങ്ങനെ കാണട്ടെ എന്നുള്ളതായിരുന്നു. ആ ഒരു ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്ത് വരാൻ തന്നെ എനിക്ക് കുറച്ച് സമയമെടുത്തു. അത് എൻ്റെ ഒരു ഇനീഷ്യൽ എവല്യൂഷനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ കൺവിക്ഷനോടുകൂടി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയൊക്കെ പോലെ തന്നെ ഏറ്റവും അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മുടെ ക്ലാസ് റൂംസ്. അതിൽ വലിയ തർക്കമൊന്നുമില്ല. ജനാധിപത്യ മൂല്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പങ്ക് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വളരെ റിഗ്രസീവ് എന്ന് കരുതുന്ന ഇപ്പം ജെൻഡർ റോൾസിനെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഓർ റിലീജിയൻ വാട്ട് എവർ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ റിഗ്രസീവ് എന്ന് ഒരു പുരോഗമനപരമായ സമൂഹം കരുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇതാണ് വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും ആദ്യം കേട്ടിട്ടുള്ളത് എവിടെ വെച്ചായിരിക്കും? മോസ്റ്റ്ലി നമ്മളുടെ ക്ലാസ് റൂംസിൽ നിന്ന് തന്നെയായിരിക്കും, നമ്മളുടെ അധ്യാപകരിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൽ നിന്നായിരിക്കും. ശരിയല്ലേ? അപ്പം ഇതിനൊരു പൊളിച്ചെഴുത്ത് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് പൊളിച്ചെഴുതണമെങ്കിൽ ആര് പൊളിക്കും, ആരെഴുതും? അവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ലേ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് സൈഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. ശരിയല്ലേ? ഇതിൽ നിന്നൊരു മാറ്റം വേണം, നമ്മുടെ ക്ലാസ് റൂംസ് ഒന്നും ഇങ്ങനെ ആയാൽ പോരാ എന്ന് ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. പക്ഷേ ഈ പൊളിച്ചെഴുതൽ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്ര വലിയ റോൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ?
നമ്മളുടെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇപ്പം വളരെ വിപുലമായിട്ടുള്ള ഒരു മാറ്റം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. 4 ഇയർ UG പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസിഷൻ. NEP-യുടെ ഒക്കെ ഭാഗമായിട്ട് അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങൾ വരുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നു. ഇത് എത്രത്തോളം സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളോടൊക്കെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ FIUGP-യുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു മീഡിയ ക്യാമ്പയിനൊക്കെ ഇപ്പോൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സ്റ്റുഡൻറ്റ് റെസ്പോൺസീവാണ്? അപ്പം സാറ് മുമ്പേ പറഞ്ഞ് നിർത്തിയതുപോലെ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മാത്രമല്ല, യങ്സ്റ്റേഴ്സ് എല്ലാവരും തന്നെ പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു, അവരവിടെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അങ്ങോട്ടേക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുന്നു. ഈ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക് കേരളത്തിലെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മനസ്സിലാക്കുന്ന എന്നെ ഇവിടെ ഒരു ഹയർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി മെമ്പർ എന്നുള്ള കപ്പാസിറ്റിയിലാണ് എന്നെ ആദ്യം ഇനീഷ്യലി ഇതിലേക്ക് വിളിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്കഷനിലെല്ലാം വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ ടെൻഷനോടുകൂടി ആളുകൾ നോക്കിക്കാണുന്ന ഒരു കാര്യം ഈ ഒരു മൈഗ്രേഷൻ ട്രെൻഡാണ്. നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പഠിക്കാൻ വരുന്നില്ല, അതൊരു ഫാക്റ്റാണ്. അപ്പം ഇന്നലെ ഓൺലൈൻ മീഡിയയിൽ കണ്ട ഒരു ന്യൂസാണ്. സെൻറ്റ് തോമസ് കോളേജ് പാല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് കോളേജാണ്. കോളേജിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ സെൻറ്റ് തോമസ് നിന്ന്? അവിടേക്ക് സ്റ്റുഡൻസിനെ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി മിയ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഒരു ബിറ്റ്, അതിൻ്റെ ഒരു ന്യൂസ് മാതൃഭൂമി ഓൺലൈൻ ചാനലിൽ കണ്ടു. അതിന് ഒരു 2 ആഴ്ച മുന്നേ ഒരു കോളേജിൻ്റെ ഒരു ഫുൾ കവർ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരസ്യം ഇത് കണ്ടു. അപ്പോൾ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കോളേജസിലേക്ക് പഠിക്കാൻ വിദ്യാർത്ഥികൾ വരുന്നില്ല, അവർ മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുന്നു. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും മീഡിയ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ്. ഇവിടെ നിലവാരമില്ല, ക്ലാസ്സുകൾക്ക് നിലവാരമില്ല. അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പരിധി വരെ നമ്മളുടെ ക്ലാസ് റൂമിനകത്തുള്ള ആംബിയൻസ്, വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ക്യാമ്പസിൽ കിട്ടുന്ന ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാർത്ഥികളെ ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതിനുള്ള കാരണങ്ങളാവാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. കാരണം പലപ്പോഴും ഇത്തരം കമ്മിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഒന്നെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ടീച്ചിങ് ഫ്രട്ടേണിറ്റിയിൽ തന്നെയുള്ള മെമ്പേഴ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആയിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുക. സ്റ്റുഡൻസിൻ്റെ ഒരു ഒപ്പീനിയനും ഫീഡ്ബാക്കും ഒന്നും കേൾക്കാനുള്ള അവസരം എനിക്ക് അധികം ഉണ്ടായിട്ടില്ല. അതർ ദാൻ ക്ലാസ് റൂംസിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും, അതല്ലാതെ ഒരു ഫോമൽ സ്പേസിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. സോ എനിക്ക് നിങ്ങളുടെ ഒരു അപ്രോച്ചാണ് അറിയാൻ കൂടുതൽ ആഗ്രഹം. So, I think. അടുത്ത ചോദ്യം വൈശാഖൻ സാറിനോടാണ്. നമ്മൾ രാവിലെ 9:30 സ്കൂളിലെത്തും. സ്കൂളിലെത്തി ഒരു വിദ്യാർത്ഥി ആദ്യം ചൊല്ലുന്നത് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ കയറി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്നു. അപ്പോൾ ഒരു വൈരുദ്ധ്യം അതിലില്ലേ? അതെങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? എങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. കാരണം മനുഷ്യർക്ക് വൈരുദ്ധ്യങ്ങൾ വച്ച് പുലർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ 2 ആശയങ്ങൾ പറയുമ്പോൾ അത് പരസ്പര വിരുദ്ധമാണ്. ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിൽക്കുകയാണ് എന്ന് പറയുന്നു, അടുത്ത നിമിഷം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തൃശ്ശൂരാണ്. ഇതിൽ തമ്മിൽ വൈരുദ്ധ്യം വരുന്നത് ഈ 2 സെൻറ്റൻസ് എടുക്കുമ്പോഴാണ്. ഇത് പറയുന്നവന് തലയ്ക്കെന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിച്ചാൽ അയാൾ ഈസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സെൻസിബിൾ. അതായത് ആസ് ആൻ ഐഡിയ ഈ 2ഉം ഭയങ്കര കോൺട്രഡിക്ടറി ആണ്. പക്ഷേ ഒരാൾക്ക് തന്നെ ഇത് ഒരുമിച്ച് പറയുന്നതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന ഓരോ ആശയവും ഓരോ വിഷയത്തിലുമുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ചേർന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ സാർവത്രികമായിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ്, ശരിയാണ്, ലൂസായിട്ട് ഒരു സെറ്റ് ഓഫ് കോർ ബിലീഫ്സ് എന്നൊക്കെ പറയുന്ന കുറേ ധാരണകൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്.
അത് നമ്മളെല്ലായിടത്തും റിഫ്ലക്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ പങ്ക്ച്വാലിറ്റിയിൽ ഭയങ്കര കടുംപിടുത്തമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഞാൻ അതേ പങ്ക്ച്വാലിറ്റി, അതായത് ഞാൻ ജോലി സ്ഥലത്ത് മാത്രമായിരിക്കില്ല പങ്ക്ച്വാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നത്, എല്ലായിടത്തും വരും. പക്ഷേ അങ്ങനെ അല്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിടത്തും സ്വന്തം വീട് മാത്രം എടുക്കൂ. എത്ര തവണ നിങ്ങളുടെ പാരൻസ് ശകാരിക്കുമ്പോൾ പിള്ളേർ ഇതിൽ ഇടപെടാറായിട്ടില്ല എന്ന് പറയുകയും പിറ്റേ ദിവസം കാള പോലെ വളർന്നില്ലേടാ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു വൈരുദ്ധ്യം നിങ്ങൾ കാണുന്നില്ലേ? പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള പ്രശ്നം ശരിക്കും ഞാൻ കുട്ടിയാണോ അതോ ഞാൻ വളർന്നോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും മുതിർന്നവർ പെരുമാറുക. ടീച്ചേഴ്സ് ഉൾപ്പെടെ അങ്ങനെ ആയിരിക്കും ചെയ്യുക. നിങ്ങളൊക്കെ വളർന്നില്ല, ഇത്രയും വളർന്നില്ലടാ, ഇനിയൊക്കെ ഞാൻ പറഞ്ഞു തരണോ എന്നൊക്കെ ചോദിക്കുന്ന ടീച്ചർ പിറ്റേന്ന് അവിടെ ഇല്ലടാ ഞാൻ പറയും നീ കേൾക്കണം എന്ന് പറയും. ഇത് ഒരേ ആളിന് ഇത് പറയാൻ പറ്റും. കാരണം മനുഷ്യർ ബേസിക്കലി ചെയ്യുന്നത് അപ്പോഴത്തെ സിറ്റുവേഷൻ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴത്തെ നമ്മുടെ ചാനൽ ചർച്ച പോലാണ്. അന്നത്തെ 1 മണിക്കൂർ ജയിക്കുക, പിന്നെ ആ വിഷയം നമ്മളവിടെ ഇടും. കൊച്ചു പിള്ളേർ കളിപ്പാട്ടം കളിക്കുന്നതാണ്, ഒന്നെടുക്കുന്നു, അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ഇട്ടിട്ട് അത് അടുത്ത് എടുക്കും. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായാലും ഇതിലൊരു ലോജിക്കൽ കൺസിസ്റ്റൻസി, കൊഹറൻസ് ഒന്നും വേണമെന്ന് വലിയ നിർബന്ധമുള്ള ആളല്ല നമ്മൾ മനുഷ്യർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര സയൻസ് പഠിക്കുന്നു, പക്ഷേ ഈ സയൻസ് ഞാൻ വേറെ എങ്ങും പ്രയോഗിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രാർത്ഥന ചൊല്ലാം, മന്ത്രവാദം നടത്താം, എല്ലാം ചെയ്യാം. പക്ഷേ അവിടെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അഭ്യാസം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരുന്നത്. നമ്മൾ മറ്റേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെക്കും, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, എല്ലാം നമ്മൾ എഴുതി വെക്കും. നമ്മളിതെല്ലാം ഒരു മറ്റേ പരിസ്ഥിതി ദിനത്തിന് മരം നടുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. നമുക്കറിയാം പരിസ്ഥിതിയോട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല. പക്ഷേ അന്ന് മരം നടുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. അതുപോലെ ഒക്ടോബർ 2 നമ്മളെല്ലാവരും തൂക്കും, സ്കൂള് തൂത്തുവാരും. പണ്ട് ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തൂക്കാൻ പറ്റുന്ന ചവർ മറ്റവൻ തൂത്തു, അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ റൂട്ടിലുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിനോട് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലിരുന്ന് സയൻസ് പഠിപ്പിക്കുന്നു, ലൈഫിൽ ഇത് നമ്മൾ പ്രയോഗിക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത് പ്രയോഗിച്ചാൽ ഗുണങ്ങളുണ്ട് എന്നതിന് നമുക്ക് എത്രയെങ്കിലും തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ജനറലി അവെയർ അല്ല. അപ്പോൾ ആ അവെയർനെസ് ഉണ്ടാക്കാത്തിടത്തോളം കാലം ഈ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ബയോളജിയിൽ പഠിക്കുന്നതും എക്കണോമിക്സിൽ പഠിക്കുന്നതും ഫിസിക്സിൽ പഠിക്കുന്നതൊക്കെ എനിക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള അറിവുകളാണ്. എനിക്ക് കുറച്ചുകൂടി മികച്ച ഒരു ലോകവീക്ഷണം, ഒരു വേൾഡ് വ്യൂ ഉണ്ടാക്കുന്നതിന് അത് സഹായിക്കും എന്ന ബോധത്തോടുകൂടി പഠിക്കുന്ന ആളിന് മാത്രമേ ഞാൻ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇത് പ്രയോഗിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെ തോന്നിയില്ലെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തിരിക്കും. കാരണം പ്രത്യേകിച്ച് സയൻസിൻ്റെ കാര്യത്തിൽ സയൻസിനൊരു കുഴപ്പമുള്ളത്, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ട് അത് മാറില്ല. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും അത് തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു ചെറിയൊരു സയൻസിലെ ലോ എടുക്കാം, ന്യൂട്ടൺസ് 3rd ലോ എല്ലാവർക്കും അറിയാമല്ലോ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അങ്ങനെ ഒരു ലോ ഉണ്ടെന്നറിയാമല്ലോ. ഇത് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ബോധ്യപ്പെടാം ലാബിൽ, ആക്ഷനൊക്കെ മെഷർ ചെയ്ത്. ഞാൻ ചെറുതായിട്ട് ഈ ലോ ഒന്ന് മാറ്റുകയാണ്. ഇങ്ങനെയാണ്: whenever there is a force, Dingan will apply an equal and opposite reaction. ഇത് ലാബിൽ ചെയ്ത് ബോധ്യപ്പെടാൻ പറ്റും. ഒരൊറ്റ കാര്യം മാത്രമേ തെളിയിക്കാൻ പറ്റാതുള്ളൂ, ഡിങ്കനാണ് അപ്ലൈ ചെയ്യുന്നത് തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. സയൻസിന് ഇങ്ങനൊരു കുഴപ്പം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിയമത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏജൻറ്റിനെ കയറ്റി വെച്ചാൽ ഏജൻറ്റ് പ്രത്യേകിച്ച് ഇത് മാറില്ല. അപ്പോൾ ഏജൻറ്റ് അവിടെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. നമ്മൾ ചുവരിൽ ആണിയടിച്ച് തൂക്കിയിരുന്ന പോലെ ഉള്ളൂ, ചുവരിനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ആ പടം അവിടെ ഇരിക്കുന്ന പോലെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ ഒരു ഏജൻറ്റിനെ കൊണ്ട് കയറ്റി വെക്കും. ഏജൻറ്റ് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഇരുന്നോളും. നമുക്കും ഒരു സമാധാനം ഏജൻറ്റ് അവിടെ ഇരിക്കും. കാരണം നമുക്ക് ചക്കരയായിട്ടുള്ളൊരു ഏജൻറ്റാണ് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷെ സയൻസ് ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യും. ചോദ്യം പ്രസക്തമാകുന്നത്, ഈ ഏജൻറ്റ് ഇല്ലാതെയും ഇത് വർക്ക് ചെയ്യുമോ? എങ്കിൽ എന്തിനാണ് ഏജൻറ്റ്? അത് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇൻവോക്ക് ചെയ്യുന്ന ഏജൻറ്റ്, രാവിലെ നമ്മൾ സ്കൂളിൽ ക്ലാസ്സും കോളേജിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഏജൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പുള്ളി കിടിലമാണ് പലതവണ പറഞ്ഞ് പുള്ളിയെ ബോധ്യപ്പെടുത്തി, പുള്ളിയെ സ്നേഹിച്ച്, പുള്ളിയെ നമ്മൾ പ്രീതിപ്പെടുത്തി. നമ്മുടെ നാട്ടിലൊരു ഒന്നാന്തരം മുതലാളിയുടെ എല്ലാ സ്വഭാവവും ഉണ്ട് ഈ ഏജൻറ്റിന്. പുള്ളി പുകഴ്ത്തലിൽ വീഴും, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, സ്നേഹിച്ചില്ലെങ്കിൽ മുക്കിക്കൊല്ലും, ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവമുള്ള ഈ ഏജൻറ്റ് അവിടെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആ കാര്യത്തെ എടുത്ത് ആലോചിച്ചാലേ ഉത്തരം വരൂ. നമ്മളത് ആലോചിക്കത്തേ ഇല്ല. കയ്യിൽ ടോർച്ച് വെച്ചേക്കാണ്, കാര്യമുണ്ടോ? അത് തെളിയിച്ചാലല്ലേ വെട്ടം വരൂ. അപ്പോൾ വിചാരിച്ചാൽ മതി, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസ് ടോർച്ചാണ്.
അത് കത്തിച്ചിട്ട് നമ്മൾ റൂമിൽ എങ്ങോട്ട് അടിക്കുന്നോ അങ്ങോട്ടാണ് വെട്ടം. ഇപ്പോൾ ഒരു പ്രത്യേക കോർണറിൽ ഞാൻ ഈ പറഞ്ഞ ഏജൻറ്റിനെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഞാൻ ഈ ടോർച്ച് അടിക്കത്തേ ഇല്ലാന്ന് തീരുമാനിച്ചാൽ ആ ഏജൻറ്റ് അവിടെ സേഫായിട്ട് ഇരുന്നോളും, ഇരുട്ടത്ത് തന്നെ ഇരുന്നോളും. ഇതാണ് ഇതിനോടുള്ള എൻ്റെ പ്രതികരണം. ആരതി മാമിനോടാണ്. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കവിതയുണ്ട്, ഞാൻ അതിൻ്റെ വരികൾ ഓർക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഇങ്ങനെയാണ് വരുന്നത്: സ്റ്റാഫ് റൂമുകളിൽ സാരിയും കമ്മലും അടികൂടുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മരിച്ചു കിടക്കുന്നു എന്ന ആശയം വച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ഇത് എഴുതിയത്. അതായത് നമ്മൾ വളരെ ചെറുപ്പകാലം തൊട്ടേ ക്ലാസ് മുറികളിലെ ടീച്ചർമാരുള്ള ഈഗോ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ ഇതൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറികളിലും സ്റ്റാഫ് റൂമിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ ബോർഡംഗമായി താങ്കൾ മാറി. അപ്പോൾ ഇതിനുള്ള മറുപടിയാണോ ഇപ്പോൾ കുരുവിപ്പുഴ പോലുള്ള എന്നാൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന കവികൾ പോലും ഇത്തരം റിഗ്രസീവായൊരു സ്റ്റേറ്റ്മെൻറ്റ് കവിതയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണോ താങ്കളുടെ ഈ ഒരു വളർച്ച, NSS കരമനയിൽ നിന്ന് സ്റ്റാഫ് റൂമിൽ നിന്നുമുള്ള ഈ ഒരു വളർച്ച? എനിക്ക് ആ ആശയം കേട്ടപ്പോൾ ആദ്യം തോന്നിയത് അതിനകത്ത് നിറഞ്ഞ സ്ത്രീവിരുദ്ധത മാത്രമാണ്. കാരണം സ്റ്റാഫ് റൂമിൽ മാലയും എന്തായിരുന്നു എക്സാക്ട്ലി അത്? ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ ഒരു ആശയം. കവിതയിലെ അതെ അതെ അതെ. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ സൊസൈറ്റിയിൽ വളരെ അവരവരുടേതായ മേഖലകളിൽ വളരെ പ്രശസ്തരായി നിൽക്കുന്ന അത്തരം വ്യക്തിത്വങ്ങളെയാണല്ലോ നമ്മളെപ്പോഴും ആരാധിക്കാനും പിന്തുടരാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർ, അവരിപ്പം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരറിഞ്ഞോ അറിയാതെയോ കടത്തുന്ന ചില സ്ത്രീവിരുദ്ധതകൾ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ആ പാർട്ട് അവിടെ ഉണ്ട്. കാരണം നമ്മുടെ സ്റ്റാഫ് റൂമിനകത്ത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട്. ഗോസിപ്പിങ്ങും കാഷ്വൽ ടോക്കും നടത്തുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. സോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ കുറച്ച് രസകരമായ ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഗോസിപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യം. അതിപ്പോൾ ഒരു ആർട്ട് ഫോമിൽ പറയുകയോ അല്ലെങ്കിൽ ഒരു സ്കിറ്റിൻ്റെ ഫോമിൽ കാണിക്കുകയോ ഒക്കെ ചെയ്താലും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെയൊക്കെ കിട്ടുന്ന ഒരു കണ്ടൻറ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ മീഡിയ നോക്കിയാലും അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റാ റീൽസ് വരെ നോക്കിയാൽ പോലും കണ്ടുകൂടെ അമ്മായിയമ്മ മരുമകൾ റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് ഇത് വളരെ ഇൻഹെറൻ്റ് ആണ് നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ മനസ്സിൽ. എനിക്ക് തോന്നുന്നില്ല അതിൽ യങ്ങർ ജനറേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അവരറിയുന്നുണ്ടാവില്ല അവരുടെ ഉള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊരു സ്ത്രീ വിരുദ്ധതയുണ്ട്. അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു ജനറൽ ന്യൂട്രാലിറ്റി നമുക്കില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ചെറിയ എക്സാമ്പിൾ ഓർമ്മ വന്നത്. എൻ്റെ മോള് 4 വയസ്സേ ഉള്ളൂ. അവൾക്ക് LKG ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പം ഞാൻ കഴിവതും എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ സ്പേസസ് എല്ലാം തന്നെ ജെൻഡർ ന്യൂട്രലായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആളാണ്. അതിപ്പോൾ വീട്ടിലെ റോൾസ് കീപ്പ് ചെയ്യുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിലായിക്കോട്ടെ, എല്ലാത്തിലും. അപ്പം ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം പറയുന്നതാണ്, അമ്മ അത് ബോയ്സ് അങ്ങനെ ചെയ്യും, ഗേൾസ് ഇങ്ങനെ, ബോയ്സ് ഗേൾസ്, ഈ ഒരു തരംതിരിവ് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയൊക്കെ? ആകെ 4 വയസ്സേ ആയുള്ളൂ, 1 വർഷം LKG പോയതേ ഉള്ളൂ, സോ മച്ച് ഓഫ് ഐഡിയ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ജനറൽ ന്യൂട്രാലിറ്റിയിൽ കിടപ്പുണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ അന്തർലീനവുമാണ്. ചോദ്യം എന്തായിരുന്നു എന്നോട് പറയൂ. ചോദ്യം, ഇത്തരം റിഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ താങ്കളുടെ മറുപടി കൂടിയായിരുന്നോ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെ മുമ്പിലും അത്തരം ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നെക്കാട്ടിലും കഴിവുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ കാഴ്ചപ്പാടുള്ള അധ്യാപകരൊക്കെ കേരളത്തിൽ പല ക്യാമ്പസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതൊരു കോയിൻസിഡൻസും കൂടിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അത്തരം ഒരു പൊസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പേസോ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ഇത്തരം മൂല്യങ്ങളെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിൽ ഇപ്പം അത്തരം സ്പേസിനേക്കാൾ കൂടുതൽ ഞാൻ ക്ലാസ് റൂംസിനെയാണ് അതിന് ഏറ്റവും നല്ലൊരു വേദിയായിട്ട് കാണുന്നത്. പെർട്ടിക്കുലർലി ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു വുമൻസ് കോളേജാണ്. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും, പൊതുവേ ഞങ്ങളുടെ കോളേജ് കുറച്ച് കുപ്രസിദ്ധമാണ്. ഇച്ചിരി സ്ട്രിക്ട്നെസ്സാണ്, ഭയങ്കര ഡിസിപ്ലിനാണ്, ഓൾമോസ്റ്റ് ലൈക്ക് എ സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കേൾക്കുന്നുണ്ടാവും. അപ്പം അവിടെ
ഡിഗ്രിയിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ആംബിയൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നിട്ടേ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ എനിക്കും പലപ്പോഴും വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും അവർ ഈ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഒരു അധ്യാപിക എന്നുള്ള നിലയിലല്ല, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ സാധിക്കാറുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി കോളേജസിലെല്ലാം നാക്കിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റുഡൻറ്റ് പ്രോഗ്രഷൻ രജിസ്റ്റർ. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഞങ്ങളുടെ ഈ പാസ് ഔട്ടായി പോയ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഹയർ സ്റ്റഡീസ് കുറേയൊക്കെ ഉണ്ട്, ഒരു ജോലിയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥിനികളുടെ എണ്ണം വളരെ 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 കുറവാണ്. സിറ്റിയിലെ ഒരു പ്രൈമായിട്ടുള്ള ഒരു കോളേജിൽ ഒരു വർഷം 71 സ്റ്റുഡൻസാണ് ഞങ്ങളുടെ ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 10 പേർക്ക് പോലും ഒരു ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഈ പറയുന്ന സോക്കോൾ സ്ത്രീവിരുദ്ധതയും ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്കും ഒക്കെയുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അതിലേക്ക് പോലും കയറി പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊക്കെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പറയാവുന്ന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറേ ഡിസ്കഷൻ ഉള്ളൊരു ടോപ്പിക് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു റെലവൻസ് ഇല്ല, ഇതൊരു പ്രയോഗതലത്തിലേക്ക് വരണ്ടേ. അപ്പോൾ എന്നാലാവുന്ന രീതിയിൽ അവരെ ഇൻസ്പയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടു ക്ലീഷേ വേർഡായി പോവും. സോ അവരിൽ എന്തെങ്കിലും, അവരുടെ ചിന്തയിൽ അവരുടെ ആക്ഷൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ആസ് എ വുമൺ. ചേർത്ത് ഒരു സെൻറ്റൻസ് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ട് അത് മാത്രം ആഡ് ചെയ്യുകയാണ്. ശരിക്കും പ്രോഗ്രസീവായിട്ടുള്ള മനുഷ്യരില്ല, പ്രോഗ്രസീവായിട്ടുള്ള ഐഡിയകളേ ഉള്ളൂ. നിങ്ങളൊരു ഐഡിയ മാത്രമേ പ്രോഗ്രസീവ് ആണോ അല്ലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ആളുകൾ ഇതെല്ലാം കൂടെ മിക്സാണ്. ഏറ്റവും കൂടുതലും പ്രോഗ്രസീവ് ആണെങ്കിൽ പൊതുവിൽ നമ്മൾ ആ ആളിനെ പ്രോഗ്രസീവ് എന്ന് വിളിക്കും. അതുകൊണ്ട് ബെറ്റർ കോൾ ദ ഐഡിയാസ് പ്രോഗ്രസീവ് ആൻഡ് നോട്ട് ദ പീപ്പിൾ. ജീവ സാറിനോടാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരു പേപ്പറിലൊരു വാർത്ത കണ്ടു. 8ാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് 2ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിപ്പിച്ചപ്പോൾ പലരും വിൽക്കുകയും അവർക്ക് ശരിയായ രീതിയിൽ വായിക്കാൻ സാധിക്കുകയും ചെയ്യാതിരുന്ന ഒരു വാർത്തയെക്കുറിച്ച്. അപ്പോൾ ഇതാണോ നമ്മുടെ ക്ലാസ് മുറികളിലെ അകത്തളങ്ങളിൽ നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് അതിൽ കുറച്ച് ഒരു 10-20 വർഷം മുമ്പ് പുറകോട്ട് കടന്നാൽ ഒട്ടുമിക്ക എല്ലാവരും ധാരാളം സാഹിത്യം വായിക്കുന്നവരായിരുന്നു. ബഷീറിനെയൊക്കെ എത്രത്തോളം മലയാളി ആഘോഷിച്ചിരുന്നോ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ ഇന്ന് 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 2ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കാൻ പോലും തപ്പിത്തടയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ സാഹിത്യത്തിന് അതിലെത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ആണ് ചോദ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെ ഫേസ്ബുക്കിൽ എഴുത്തുകളൊക്കെ വ്യാപകമായപ്പോൾ മുതൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന, കേൾക്കുന്ന, ചർച്ച ചെയ്യുന്നൊരു വേർഡാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര ടഫാണ്. ആ വാക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അതേസമയം സമൂഹത്തിൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണത്. ഇത് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡ്രൈ ടേമായിട്ടാണ് കാലങ്ങളായിട്ട് കരുതുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും വൈകാരികമല്ലൊരു പദം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ തന്നെ പറയണം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നല്ല പറയണം, ഇങ്ങനെ തന്നെ പറയണം. ട്രീറ്റിംഗ് അതേഴ്സ് ഫെയർലി. ഫെയർ എന്ന് വെച്ചാൽ ഒരു നീതിബോധത്തോടുകൂടി ആളുകളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് അത്രയും പറയാൻ പറ്റാത്തതുകൊണ്ട്, നമ്മൾ സെൻറ്റൻസ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഒറ്റ വാക്കായിട്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വേർഡായിട്ടോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ നിരന്തരം വിമർശനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, സിനിമയായാലും സാഹിത്യമായാലും മറ്റൊക്കെ. ഈ ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ പറയുന്നത്, സാഹിത്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന്. ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആവുക, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. നമ്മളുടെ കാലിടറിപ്പോവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലാമപ്പഴത്തിൻ്റെ ചാറ് നമ്മൾ ചെറുപ്പം മുതലേ കുടിച്ചിട്ട് ക്ലാസ് റൂമിലെ വീട്ടിൽ കുടിച്ചിട്ടാണ് വളരുന്നത്. ഇടയ്ക്ക് ഇടറിപ്പോവും. ഞാൻ മമ്മൂട്ടിയുടെ ഉദാഹരണം പറയാം, സിനിമയ്ക്ക് അകത്തല്ല, സിനിമയ്ക്ക് പുറത്ത്.
മമ്മൂട്ടി ഭയങ്കര പിന്നെ ഒരു ന്യൂജൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് 73-ാം വയസ്സിലും ന്യൂജൻ റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല നിലപാടുകളിലും ഭയങ്കര പ്രോഗ്രസീവാണ്. അത്ര സിനിമകൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇടയ്ക്ക് അദ്ദേഹത്തിന് കാലിടറി പോകാറുണ്ട്. ജൂഡ് ആൻ്റണിയോട് സൗഹൃദ സംഭാഷണത്തിൽ ഇവന് മുടിയില്ലെങ്കിലും ഇവന് ആൾ ഭയങ്കര ബുദ്ധിയാണ് എന്ന് ഒരു ഒക്കേഷനിൽ പറയുകയും അത് അദ്ദേഹം വിട്ടു, ജൂഡും ചിരിച്ചു വിട്ടു. പിന്നീട് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ ഒന്ന്. പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു ഐശ്വര്യലക്ഷ്മിയായിട്ടിരുന്ന ഒരു ഇതുപോലൊരു പ്രൊമോഷൻ ഷോയിൽ പിന്നെ ഇവളെൻ്റെ പഞ്ചസാരയാണ് ചക്കര ചക്കര എന്നാ പറയുക, പക്ഷെ ചക്കര അങ്ങനെ എന്തോ ഒരു കറുപ്പ് ഇതിൻ്റെ ശർക്കര കറുത്തിട്ടല്ലെന്നോ മറ്റോ അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ ഈ വളരെ പോപ്പുലറായിട്ടുള്ള അശ്വന്ത് പോലും നിരന്തരം ആവർത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. മമ്മൂട്ടിയെ ഫാൻസ് പ്രോഗ്രസീവായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആൾ ശരിക്കും ഒരു അമ്മാവനാണ് എന്ന് പറയാറുണ്ട്. ഞാൻ പക്ഷേ അശ്വന്തിൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. ഇത് വളരെ പേഴ്സണലാണ്. കാരണം ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അത് 100% ഒരിക്കലും ഒരു എളിമയുടെ പുറത്ത് പറയുന്നതല്ല ഇത്. ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, പക്ഷേ ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെക്കൊണ്ടാവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. മമ്മൂട്ടിയെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇടയ്ക്ക് കാലിടറും, എനിക്കിടറാറുണ്ട്. ക്ലാസ് റൂമിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറയാറുണ്ട്. റേസിസ്റ്റ് ആയിട്ടുള്ള സെക്സിസ്റ്റ് ആയിട്ടുള്ള തമാശകൾ എൻ്റെ വായിൽ നിന്ന് വന്ന് വീണിട്ടുണ്ടാവാം. കുട്ടികൾ ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഞാൻ അറിയാത്തതായിരിക്കും. അപ്പോൾ മമ്മൂട്ടിക്കും അതുപോലെ കാലിടറുന്നതേ ഉള്ളൂ. പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റൂ. ഇത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ്നസ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ്നസ് ലോകത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാഹിത്യ പഠനങ്ങളിലാണ്. അത് മറ്റേതെങ്കിലും ശാഖകളിലും മറ്റു രീതിയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരുന്നത് സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തി പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ടല്ല. ഇപ്പം നമ്മൾ വ്യക്തികൾ പറയുന്നതിനെ വിമർശിക്കുന്നു, ആളുകൾ പറയുന്നതിൽ സെക്സിസം ഉണ്ട്, റേസിസം ഉണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിൻ്റെ തുടക്കം എന്ന് ഞാൻ പറയുന്നത് നോവലുകളിൽ ആ സ്ത്രീ കഥാപാത്രത്തെ പുരുഷ നോവലിസ്റ്റ് ട്രീറ്റ് ചെയ്തത് ശരിയായില്ല. ആ കവിതയിൽ ആ സ്ത്രീ ഇന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല. ഫോർ എക്സാമ്പിൾ പിന്നെ ജോസഫ് കോൺറാഡിൻ്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നൊരു വർക്കുണ്ട്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ആഫ്രിക്കയെക്കുറിച്ചാണ്. അപ്പോൾ ആഫ്രിക്കയെക്കുറിച്ചുള്ള പരമ്പരാഗത പണ്ട് മെക്കാളെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ ആ പരമ്പരാഗത ചിന്താഗതി, കറുത്ത ഇരുണ്ട ആ സങ്കല്പം ഊട്ടി ഉറപ്പിക്കുന്ന ടൈറ്റിൽ. നമ്മൾ നോവലൊന്നും വായിക്കണ്ട, ഒരു ലഘു നോവലാണത്, ചെറിയൊരു നോവലാണ്. നോവൽ വായിക്കാൻ തന്നെ ടൈറ്റിൽ തന്നെ നോക്കുക, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ്, ആഫ്രിക്കയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് വളരെ സേഫായിട്ടിരിക്കും. ഇന്ത്യക്കാരാണ് നമ്മൾ, ആഫ്രിക്കയെക്കുറിച്ച് പറയുന്നു നമുക്ക് വളരെ. പക്ഷേ ഇന്ത്യയെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, എൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ്. എനിക്ക് തോന്നുന്നു നൈപ്പോൾഡ് ആണെന്ന് തോന്നുന്നു. നൈപ്പോൾഡ് തന്നെ വേറൊരു വർക്കുണ്ട്, എ വൂണ്ടഡ് അത് ഇന്ത്യ എന്ന് തന്നെ പറഞ്ഞിട്ടാണ്, ഇന്ത്യ എ വൂണ്ടഡ് സിവിലൈസേഷൻ. അപ്പോൾ ഇത്തരം ടൈറ്റിലുകളിൽ കഥാപാത്രങ്ങളിലൊക്കെ സാഹിത്യത്തിൽ, മലയാളത്തിലെ ലോക സാഹിത്യത്തിൽ പ്രധാനമായിട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള ഈ പഠനങ്ങളിലൂടെയാണ് പതുക്കെ പതുക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസമാണ് ലോകത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാർ പോലും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഫെമിനിസം ഈസ് ഓൾ അബൌട്ട് വിമൻ അല്ലേ. ഇപ്പോൾ പിന്നെ പണ്ട് എനിക്കൊന്ന് റിമാക്ക് അല്ലെങ്കിൽ മറ്റൊരു മീൻ പൊരിച്ചതിൻ്റെ ഒരു മെറ്റഫർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഫെമിനിച്ചി എന്ന് പറയുന്ന ഒരു പദമൊക്കെ പറഞ്ഞ് വളരെ ഡെറഗേറ്ററി ആയിട്ട് ഉപയോഗിക്കും. എനിക്കത് ഡെറഗേറ്ററി അല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുവർ ഓൺലി ചോയ്സ് ഇസ് ബി എ ഫെമിനിസ്റ്റ്. ഫെമിനിസം ഈസ് നോട്ട് അബൌട്ട് വിമൻ. അത് സ്ത്രീകളെക്കുറിച്ചൊരു സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ആരോ കൊടുത്തൊരു വിശദീകരണമില്ല, ഒരു ചെറിയ സെൻറ്റൻസ്, ട്രീറ്റിംഗ് അതേഴ്സ് ഫെയർലി. ട്രീറ്റിംഗ് അതേഴ്സ് ഫെയർലി എന്ന് പറയുന്ന ഒരു ആശയം പുസ്തക രൂപത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഫെമിനിസം. നിങ്ങൾക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഇപ്പോഴുള്ള സമൂഹത്തിൻ്റെ ട്രെൻഡിൽ എങ്ങനെ പോവുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കുക. ആവുക എന്ന് ഞാൻ പറയുന്നില്ല, ആവാൻ ശ്രമിക്കുക. ആവാൻ ശ്രമിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ഫെമിനിസം പഠിക്കുക എന്നുള്ളതാണ്. ഈ ഫെമിനിസവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ആശയം, ഫെമിനിസം തന്നെ പറഞ്ഞ പേഴ്സണലൈസ് പൊളിറ്റിക്കൽ എന്നാണ്. പൊളിറ്റിക്കൽ ആശയമായിട്ട് പോലും ഇന്ത്യയിലെങ്കിലും, കുറഞ്ഞ പക്ഷം ഇന്ത്യയിലെങ്കിലും 80കൾക്ക് ശേഷം ഫെമിനിസം പോലുള്ള ആശയങ്ങൾ ഇത്രയധികം പോപ്പുലറാക്കിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാഹിത്യ ശാഖയാണ്. ഇംഗ്ലീഷിന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷോ അല്ലെങ്കിൽ പിന്നെ മലയാളമോ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം മുതൽ അങ്ങോട്ടുള്ള സാഹിത്യ പഠനങ്ങളിലാണ് ഞാൻ നോക്കുമ്പോൾ
ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചും ഫെമിനിസത്തെ കുറിച്ചൊക്കെ ഭയങ്കര ഒരു പോപ്പുലർ. പക്ഷേ ഇതൊന്നും സത്യത്തിൽ സാഹിത്യമായിട്ട് ഒരു ബന്ധമില്ല. അറിയാമല്ലോ, പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറയുമ്പോൾ അത് സാഹിത്യത്തെക്കുറിച്ചല്ല, ഫെമിനിസവും സാഹിത്യത്തെക്കുറിച്ചല്ല, ജീവിച്ചിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഈ നോവലിനെ എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. ഷേക്സ്പിയർ ഇങ്ങനെ എഴുതി, ഷേക്സ്പിയർ നമ്മളെപ്പോഴും എഴുതും വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് എന്നൊക്കെ എഴുതും. പക്ഷേ ഷേക്സ്പിയറിനൊന്ന് വിമർശിക്കാം, അപ്പോൾ ഷേക്സ്പിയറിന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്ന പുസ്തകം തന്നെ ഷേക്സ്പിയറിൻ്റെ നെഗോഷിയേഷൻ. അങ്ങനെ സാഹിത്യത്തിൽ പഠിച്ചാണ് പിന്നീട് ഇത് സമൂഹത്തിലേക്ക് വരുന്നത്. ഇന്ന് നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കോളൂ. ഫേസ്ബുക്ക് ഇപ്പോൾ ഒരു അല്ലേ അമ്മാവൻ സ്പോട്ടൊക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഫേസ്ബുക്ക് എഴുത്തുകളിലൊക്കെ പിന്നെ ആളുകളെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറയാറ്, നേരത്തെ മിനിഞ്ഞാന്നല്ല 3-4 ദിവസം ഒരു മോട്ടിവേഷൻ സ്പീക്കർ എയറിൽ കയറിയല്ലോ, ആളുകളെ തെറി പറഞ്ഞിട്ട്. അതിലും ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആളെ ബഹുമാനമില്ല എന്നുള്ളതാണ്. ബാക്കി എന്തോ ആയിക്കോട്ടെ. ഇത്തരം വ്യക്തികളെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നോക്കിക്കാണാൻ വേണ്ടി ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ ടൂൾ, അതിൻ്റെ ഒരു തുടക്കം സാഹിത്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മറ്റ് സബ്ജക്ട്സ് പഠിപ്പിക്കുമ്പോൾ പോലും സാഹിത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ടൂൾസും ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലെ നേരത്തെ ഉപയോഗിച്ചിരുന്ന വാക്ക് പ്രോഗ്രസീവ്, സാർ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ആശയങ്ങൾ, പ്രോഗ്രസീവ് വ്യക്തികളില്ല. ഞാൻ അത് തന്നെയാണ് മറ്റൊരു രീതി പറയുന്നത്. പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ആൾക്കാരില്ല, നിങ്ങളും ഉണ്ടാവില്ല, ഞങ്ങളും ഉണ്ടാവില്ല, ആവാൻ ശ്രമിക്കുന്നവരേ ഉള്ളൂ. പക്ഷേ ആശയങ്ങളുണ്ട് ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള, നമുക്ക് നമ്മളെ വണ്ടറടിപ്പിക്കുന്ന ആശയങ്ങൾ. അത് പ്രചരിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് സാഹിത്യം, ഇന്ന് സാഹിത്യത്തിൻ്റെ ഭാഗമാണ് സിനിമ, സാഹിത്യം, ഇതൊക്കെ പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ പഠനത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം, പിന്നെ ഈ പുതിയ കാലത്തിൻ്റെ ആശയങ്ങൾ പറയാനുള്ള ഒരു മാർഗമായിട്ട്, ഒരേ ഒരു മാർഗം എന്നല്ല, ഒരു മാർഗമായിട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് സാഹിത്യ പഠനവും സിനിമയെക്കുറിച്ചുള്ള പഠനമൊക്കെ. ഇനി നമ്മുടെ ക്യാമ്പാംഗങ്ങൾക്ക് നമ്മുടെ അതിഥികളുമായി ഇൻട്രാക്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ. ഈ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അവരുടെ സ്പാൻ ഓഫ് ടൈം, അത് വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് ഇന്നലെ ഇവിടെ വന്നൊരു അധ്യാപകനും പറയുകയുണ്ടായി. അതിപ്പോൾ 30 സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം റീലിന് 30 സെക്കൻഡ് കുറച്ച് എക്സാജറേറ്റഡ് ആണെങ്കിലും വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പഠിപ്പിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് റെമഡിയായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്? കാരണം നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന 45 മിനിറ്റോ 1 മണിക്കൂറോ അവർ തന്നെയാണല്ലോ. അപ്പം എന്തായാലും ശ്രദ്ധിച്ചിരിക്കുന്ന പ്രശ്നമില്ല ഈ 45 മിനിറ്റ്, അത് ഉറപ്പാണ്. അപ്പം എങ്ങനെ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാം? അധ്യാപകരെന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടോളൂ. ഞാൻ ചെറിയൊരു മറുപടി പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാം. പിന്നെ ഒരു ഗംഭീര ചോദ്യമാണത്. കാരണം ഞാനത് ഈ ചോദ്യം ഒരു 2-3 മാസം മുമ്പ് ഇതുപോലൊരു ഓൺലൈൻ സെഷനിൽ ഒരു ടീച്ചർ ടീച്ചറുടെ അനുഭവമാണ് പറയുന്നത്. ക്ലാസ്സിൽ ഒരു പോർഷൻ പഠിപ്പിക്കുന്നു, സയൻസാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു കുട്ടി അത് ഒന്ന് ചുരുക്കി പറയുമെന്ന്. അപ്പോൾ ടീച്ചർ അവസാനം ഗതികെട്ടിട്ട് വെച്ച് ഇത് എത്ര ചുരുക്കണം? അപ്പോൾ കുട്ടി പറഞ്ഞു ഒരു ഇൻസ്റ്റാൾ റീൽസിൻ്റെ അത്രയും ചുരുക്കണം, ആ രീതിയിലേക്ക് പറയണം എന്നുള്ളത്. ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുന്നത് ഒരമ്മാവൻ ചിന്താഗതിയാണ്. മനസ്സിലായോ? അതായത് ജനറേഷൻ, ഞാൻ അതിനെക്കുറിച്ച് കൂടി പറയാനാണ് വിചാരിച്ചിരുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ജനറേഷൻ ഗ്യാപ്പ് ഏറ്റവും അധികം സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ജനറേഷനിലുള്ള സമയത്തുണ്ട് ജനറേഷൻ ഗ്യാപ്പ്. പക്ഷേ ആ ജനറേഷൻ ഗ്യാപ്പ് ഇത്രയധികം തീവ്രമല്ല. കാരണം അവർക്ക്, അതായത് എൻ്റെ പാരൻസിനോ എൻ്റെ ടീച്ചേഴ്സിനോ മനസ്സിലാക്കാവുന്ന പരിചിതമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ഞങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അധ്യാപകരും നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ്, അല്ല ഒരുപക്ഷെ നിങ്ങളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഞങ്ങൾക്കൊരിക്കലും, അല്ലെങ്കിൽ ഈ പറയുന്ന സീനിയർ ജനറേഷൻസിന് ഒരിക്കലും മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നു. അത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ഈ ഉപദേശിച്ച് നിങ്ങളെ തിരിച്ച് പഴയ 40 മിനിറ്റ് കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, 1 മണിക്കൂർ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പിന്തിരിപ്പൻ പരിപാടിയാണിത്. ഈ കാലഘട്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭൂമിയും പ്രകൃതിയൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന ഇൻസ്റ്റാ റീൽസിൻ്റെ കാലഘട്ടത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ജനറേഷനിലേക്ക്, അതിലേക്ക് ബാക്കിയുള്ളവർ വരിക എന്നല്ലാതെ. ഞാനൊരു സാമ്പിൾ പറയാം. ബിഗ് ബോസിനോട് ഭയങ്കര പുച്ഛമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആരെയും അറിയില്ലെങ്കിൽ ഇതാ നോക്കിയാൽ മതി. ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്.
പക്ഷേ കുട്ടികൾക്കിടയിൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിലുള്ള ഷോർട്സ് അല്ലെങ്കിൽ അത് ഇരുന്ന് ഹോട്ട്സ്റ്റാറിൽ അത് ഫുൾ കാണുന്ന, ടി വിയിൽ ഉള്ളത് പോരാ, അങ്ങനെ കാണുന്ന ഒരു തലമുറ ഉണ്ട്. ഇതിനെ പുച്ഛിക്കുകയും ആ പുച്ഛിക്കുന്നത് വളരെ സാധാരണ ഒരു കാര്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന കുറേ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ജനറേഷൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതായത് ഇതൊക്കെ എന്താണ് ഈ പിള്ളേർ ചെയ്യുന്നത്, മറ്റേ ആഷിർ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസിനൊക്കെ നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബിഗ് ബോസ് ആണ്, അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ താല്പര്യം കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. കാലം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ ഞങ്ങൾ മണിച്ചിത്രത്താഴോ അനിയത്തി പ്രാവിനെ കുറിച്ചോ കൂടുതൽ സംസാരിച്ചത് VCRൽ കാസറ്റ് ഇട്ടിട്ടോ അല്ലെ VCDയിൽ സിനിമ കണ്ടിട്ടോ. ആ കാലഘട്ടത്തിലെ ടെക്നോളജിയുടെ ഒരു വലിയ ബൂമുണ്ടായിട്ട് ഭീകരമായൊരു വേർഷനിലേക്ക് വന്ന് ഇന്നത്തെ ഈ ഒരു ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് ഈ ഇൻസ്റ്റയോടോ ബിഗ് ബോസിനോടോ കുപ്പിയോടോ ഉള്ള ആരാധനയും കാര്യങ്ങളൊക്കെ. പക്ഷേ അതേസമയം കുപ്പി വരുന്ന സ്ഥലത്ത് ആളുകൾ കൂടുമ്പോൾ തൊപ്പി അമ്മാവനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തൊപ്പി വരുന്നൊരു, എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ നാടിന് വളരെ അടുത്തുള്ള ഒരാളാണ് തൊപ്പി. അപ്പോൾ തൊപ്പി വരുന്നൊരു സ്ഥലത്ത് ആളുകൾ കൂടുമ്പോൾ ഇവിടെ ഒന്നും പോകാത്ത ആൾക്കാർ ടി വിയിലോ എന്ത് കണ്ടിട്ടാണ് ഇവനെയൊക്കെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കൂടുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ ബാക്കി പറയുന്ന ആൾക്ക് ഭയങ്കര, അതാണ് നോർമലൈസേഷൻ എന്ന് പറയുക. നമുക്ക് നോർമലായിട്ട് തോന്നും. നേരത്തെ ചോദിച്ച ചോദ്യം, ഞാൻ വൈശാഖനോട് ചോദിച്ച ചോദ്യം, രാവിലെ ഒരു പ്രാർത്ഥനാ ഗീതം ഉള്ളത് വളരെ സ്വാഭാവികമെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? സ്കൂളിലോ കോളേജിലോ വിനോദയാത്ര പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തഞ്ചാവൂർ ക്ഷേത്ര സന്ദർശനം കൂടി കയറ്റുന്നത്, പറശ്ശിനിക്കടവ് കയറ്റുന്നത്, ഗുരുവായൂർ കയറ്റുന്നത് സ്വാഭാവികമെന്ന് തോന്നാറില്ലേ? ഇല്ലേ? എത്ര സ്കൂളിൽ അല്ലെ എല്ലാ വിനോദയാത്ര, പക്ഷേ ചില വിനോദയാത്രകൾക്കിടയിൽ ഇന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊന്ന് കയറാം. പക്ഷേ എത്ര വിനോദയാത്രകൾക്കിടയിൽ മസ്ജിദ് കാണും. ഇപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ടാവും. പിന്നെ അൽഫോൺസാമയുടെ പാലപ്പള്ളി അല്ല, പിന്നെ ഇവിടെ ഭരണങ്ങാനത്തുള്ള പള്ളിയിൽ പോകുന്നുണ്ടാവും. അതല്ലാതെ മസ്ജിദിൽ പോകുന്നത്, ചർച്ചിലേക്ക് പോകുന്നത് വിനോദയാത്രക്കിടയിൽ സ്വാഭാവികം എന്ന് എത്ര പേർക്ക് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ മറ്റേത് നമുക്ക് സ്വാഭാവികമാണ്. ഏതായാലും തൃശ്ശൂർ ഭാഗത്ത് വീഗാലാൻഡ് പോയതാണ്, എന്നാൽ അപ്പുറത്ത് എറണാകുളം തൃശ്ശൂർ പോയിട്ട് ഗുരുവായൂർ പോകുന്നു, സ്വാഭാവികം എന്ന് തോന്നും. ഇതുപോലെ തന്നെ ഈ ബിഗ് ബോസിനോടുള്ള പുച്ഛം, ഈ പറഞ്ഞ 40 മിനിറ്റ് കോൺസെൻട്രേഷനാണ് ഐഡിയൽ. ബാക്കി ചെറിയ നോട്ട്സ് വേണം, അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് വേണം എന്നൊക്കെ പറയുന്ന അതിനോടൊക്കെ പുച്ഛം എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഇരുന്നവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പോലും താങ്ങാനാവാത്ത, ഇപ്പം നിങ്ങളെ ഞങ്ങൾക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല, ഞാനീ പറഞ്ഞല്ലോ ഈ ചെറിയ രീതിയിൽ നോട്ട്സ് വേണമെന്നൊക്കെ. ഇനി നിങ്ങൾക്ക് ഇപ്പം അത്ര യങ്ങായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ മുന്നിൽ, നിങ്ങൾക്ക് പോലും താങ്ങാനാവാത്ത ഒരു ജനറേഷൻ ഗ്യാപ്പാണ് നിങ്ങളുടെ തൊട്ട് താഴെയുള്ള തലമുറയായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണ സഹിതം പറയാം. നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് ഇത്രയധികം ആയാസത്തോടെ വളരെ എളുപ്പത്തിൽ യൂട്യൂബ് ഉപയോഗിച്ച് തുടങ്ങിയത്? ഏകദേശം ഒരു പ്രായം 1-2 പേർക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഏത് പ്രായത്തിലായിരിക്കും നിങ്ങൾ ഇത്ര എളുപ്പത്തിൽ? ഇല്ല, യൂട്യൂബ് എടുക്കുക, ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ വളരെ എളുപ്പമല്ലേ, നമുക്ക് ഫോൺ എടുക്കുന്നു, യൂട്യൂബിൻ്റെ ആപ്പ് എടുക്കുന്നു. നിങ്ങൾ ഏത് പ്രായത്തിലാണ് അത് ചെയ്തു തുടങ്ങിയത്? 10-11 അല്ലേ? ഇപ്പോൾ ഉള്ള കുഞ്ഞുവാവകൾ എത്രാമത്തെ വയസ്സിലാണ് യൂട്യൂബ് എടുത്തിട്ട് ബൂബയും മറ്റും ഡോറയൊക്കെ കാണുന്നത്? 2, 3, 4 വയസ്സ്. ഓക്കെ, അതായത് 4-ാമത്തെ വയസ്സിൽ നിങ്ങൾ 11-ാമത്തെ വയസ്സിൽ ചെയ്തിരുന്ന കാര്യം അവർ ചെയ്യുന്നു. അപ്പോൾ അവരുടെ 11-ാമത്തെ വയസ്സിൽ അവരെന്താ ചെയ്യാൻ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലഘട്ടത്തിലാണ് നമ്മൾ. ഇപ്പം നമ്മുടെ കോളേജ് അധ്യാപകരുടെ ഇടയിൽ തന്നെ കുട്ടികൾ കൊഴിഞ്ഞു പോകും, നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. നമ്മളതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നല്ലാതെ ഫിലോസഫി പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം പുറത്തു പോവുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് അവിടെ തന്നെ ജോലി ചെയ്തിട്ട് പിന്നെ കടം വിട്ടത് അത് എളുപ്പമാണ്. അത് മാത്രമല്ല പ്രശ്നം, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ജർമ്മനിയിലാണെന്ന് തോന്നുന്നു, ഞാൻ വായിച്ചതാണ്. അവിടെ ചാൻസലറാണല്ലോ, രാഷ്ട്രത്തിൻ്റെ പതിയായിട്ടുള്ള, അവർ ഒരിക്കലും തീരുമാനിച്ചു രാജ്യത്തെ അധ്യാപകർക്ക്, ടീച്ചേഴ്സിന് ശമ്പളം കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും ടോപ്പിലുള്ള ശമ്പളം ടീച്ചർ സെക്ടറിന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ബാക്കിയുള്ള സെക്ടേഴ്സിലുള്ള ആൾക്കാർ, പ്രൊഫഷൻസിലുള്ള ആൾക്കാർ അവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. വി ആർ ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, ബിസിനസ്മെൻ,
വി ഷുഡ് ബി പെയ്ഡ് മോർ ഇവരെക്കാളും. അപ്പോൾ ഇവർ തിരിച്ച് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഹൗ ക്യാൻ ഐ പേ ദം ദോസ് ഹൂ മെയ്ഡ് യു ലെസ്? ഡോക്ടറായ, എൻജിനീയറായ, ആർക്കിടെക്ട്സായ നിങ്ങൾ ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുന്നു. നിങ്ങളെ ഉണ്ടാക്കിയ അവർക്ക് എങ്ങനെയാണ് ഞാൻ ശമ്പളം കുറച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഈ ഇൻസ്റ്റാ ട്രെൻഡിൽ ഒരു പഞ്ച് ഡയലോഗൊക്കെ ആയിട്ട് തോന്നും. ഒരു അധ്യാപകനായിട്ട് പോലും അധ്യാപകർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നതെന്ന് കേട്ടുപോലും എനിക്കിതൊരു പഞ്ച് ഡയലോഗായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുകളിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് അധ്യാപകരെ കാണുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ തൊഴിലുകളിലേക്ക് കുട്ടികളെ എത്തിക്കലല്ല വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തിയാണ് നമ്മുടെ ഈ സിസ്റ്റം ഇങ്ങനെയായത്. ബേസിക്കലി മാറേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ എവറി ടീച്ചർ ഷുഡ് ട്രൈ ടു ബി പൊളിറ്റിക്കലി കറക്റ്റ്. നമ്മുടെ ക്ലാസ് റൂമുകളിലുള്ള അന്തരീക്ഷം, ക്ലാസ് റൂം ഞാൻ നേരത്തെ പറഞ്ഞ റിഗ്രസീവാണ്. പക്ഷേ അതിന് നമുക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ് റൂമിൽ ഇരുത്തിയാൽ പഠിപ്പിക്കാൻ പറ്റൂ, മഴയത്ത് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ ക്ലാസ് റൂമിലുള്ള ഈ പറയുന്ന പിന്തിരിപ്പൻ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞേ പറ്റൂ. അങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടത്തുമ്പോഴും ജാസി ഗിഫ്റ്റിനോട് ഇടയ്ക്ക് വെച്ച് പാട്ട് നിർത്തി പോകാൻ പറയുന്ന സീനിയർ അധ്യാപകരൂടി നമ്മുടെ കേരളത്തിലുണ്ട്. അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പോൾ ഇത് ഈ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ സത്യം പറഞ്ഞാൽ രണ്ട് തട്ടിലൊരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. മാറേണ്ടത് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അല്ല, ക്ലാസ് റൂമിൽ അല്ല, കുട്ടികളോട് അവരുടെ തലമുറയ്ക്കനുസരിച്ച് ബിഗ് ബോസിനെ കുറിച്ച് വളരെ ആർത്തിയോടെ സംസാരിക്കുന്ന അധ്യാപകരെ കേൾക്കാനാണ് സത്യത്തിൽ കുറച്ച് കുട്ടികളെങ്കിലും ആഗ്രഹിക്കുന്നത്. പിന്നെ കുട്ടികൾക്കിടയിലുണ്ട് അമ്മാവന്മാർ. 20 വയസ്സിൽ അമ്മാവനാവാം, നിങ്ങൾക്ക് 15 വയസ്സിൽ അമ്മാവനാവാം. അമ്മാവനാവാൻ 40 വയസ്സാവണം 50 വയസ്സാവണം നിർബന്ധമൊന്നും ഇല്ല. ഈ അറ്റൻഷൻ സ്പാനിനെ കുറിച്ച് പറഞ്ഞത് അതിലൊരു ചെറിയ ഒരു കാര്യം ആഡ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. ഒന്ന്, നമ്മൾ ക്ലാസ് റൂമുകളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ കോളേജ് ക്ലാസ് റൂമുകളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, നമ്മൾ സംസാരത്തിൻ്റെ ബേസായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്തിനാണ് നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ അവിടെ ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ സിസ്റ്റം അസ്യൂം ചെയ്യുന്നത് യു വോണ്ട് ടു നോ ദാറ്റ് സബ്ജക്റ്റ് ഇൻ ഡീറ്റെയിൽ എന്നാണ്. നിങ്ങൾ ആ അസംഷൻ വയലേറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും താങ്ങാൻ പറ്റില്ല. കാരണം ബേസിക് മോട്ടിവേഷൻ എന്താണ്, ഓക്കെ, റിവാർഡ് എന്താണ്, നിങ്ങളൊരു ജോലി ചെയ്യും, നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളത് പഠിക്കാൻ. നിങ്ങൾ നോക്കൂ, ഇത്രയും എൻറോൾമെൻറ്റ് ഇല്ലാത്ത കോളേജിൽ ഇത്രയും സ്റ്റുഡൻസ് ഇല്ലാത്ത എന്നാൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള MITയോ കാൽടെക്കോ അങ്ങനെയുള്ള ഓക്സ്ഫോർഡോ ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കുക. അവിടെ ക്ലാസ് റൂമുകൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ തന്നെയാണ് അവരിയ്ക്കുന്നുണ്ടാവും. അവർ ഇവിടുത്തെ പോലെ ഇങ്ങനെ അച്ചടക്കത്തോടെ ആയിരിക്കത്തില്ല. അവർ 3/4 ഒക്കെ ഇട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അവൻ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവൻ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ അവസാനം അവൻ കിടിലൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പ്രൊഫസറാ ചിലപ്പോൾ നിർത്തിപ്പൊരിക്കുന്ന ആ ആളായിരിക്കും. നമ്മൾ ഈ അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ് വേറെ പലതിനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. നമ്മൾ സായിപ്പിൻ്റെ ഡ്രസ്സ് ഇട്ടാൽ ഇൻ്റർനാഷണൽ സ്കൂളായെന്ന് വിചാരിക്കുന്ന ആളാണ്. എവിടെ തണുപ്പ് രാജ്യത്ത് കിടക്കുന്ന സായിപ്പ് ഇടുന്ന സ്യൂട്ട് ഇവിടുത്തെ ചൂടത്ത് ട്രോപ്പിക്കൽ റീജിയനിൽ കിടക്കുന്ന പിള്ളേരെ വെക്കിട്ട് അടിച്ച് കയറ്റി ഷൂസ്, ടൈ, സോക്സ് ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന എന്തും ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഒരുക്കി പോയാൽ, അതായത് കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന കണ്ടില്ലേ, ശരിക്കും കോർപ്പറേഷൻ വണ്ടി ഗാർബേജ് എടുക്കുന്നവരാണ് സ്കൂൾ ബസ് വന്ന് കുട്ടിയെ എടുക്കുന്നത്. നോക്കൂ, കുട്ടിയെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ജോലി കാണും, അപ്പനോ അമ്മമ്മയോ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കും. ഒരു ബസ് വരും, ബസ്സിൽ നിന്ന് കിളി ഇറങ്ങിയിട്ട് ബാഗ് എടുത്ത് അകത്ത് വയ്ക്കും. കൊച്ചതേ തൂങ്ങി കിടപ്പുണ്ടാവും. കാരണം ബാഗിലാണ് വെയിറ്റ് കൂടുതൽ, അതെടുത്ത് അകത്ത് വയ്ക്കുന്നു. പിറ്റേന്ന് തിരിച്ച് ഡെലിവറി ചെയ്തിട്ട് വൈകുന്നേരം കൊണ്ടുപോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ എഡ്യൂക്കേഷൻ മനസ്സിലാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ്. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്തുകൊണ്ടാണ് നിങ്ങളെ ഭ്രമിപ്പിക്കുന്നത്? വൈ? അതായത് നിങ്ങൾ ഫോൺ എടുക്കുന്നു, കാഷ്വലി ഒരു റീൽ കാണാൻ തീരുമാനിക്കുന്നു, പിന്നെ നിങ്ങൾ ക്ലോക്ക് നോക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. വെരി സിമ്പിൾ. ഇറ്റ് ഈസ് റിവാർഡിങ് ആൻഡ് ഇറ്റ് ഓഫേഴ്സ് യു ഇമ്മൻസ് ചോയ്സ്. നിങ്ങൾ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, 30 സെക്കൻഡ് സഹിച്ചാൽ മതി, ഉടനെ അടുത്തത് വരും. അപ്പോൾ നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചപ്പോൾ, ജനറേഷൻ ഗ്യാപ്പ് വർക്ക് ചെയ്യുന്ന പല രീതികളിലൊന്ന് ഇതാണ്. വെൻ യു ഹാവ് എ ലോട്ട് ഓഫ് ചോയ്സ് യു ടെൻഡ് ടു ബി ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫൈഡ്.
ഇത് സൈക്കോളജിക്കലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരാളൊരു ആപ്പിൾ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് കഴിക്കും, അതിൽ പ്രത്യേകിച്ച് കുറ്റമൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. 10 ആപ്പിൾ വെച്ചിട്ട് ഇതിൽ 1 എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം കഷ്ടപ്പെട്ട് നോക്കി ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് നോക്കും, വേണ്ടായിരുന്നു മറ്റത് മതിയായിരുന്നു തോന്നും. ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു മെനു ഉള്ള ഒരു ഹോട്ടലിൽ കയറി ആ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അപ്പുറത്തെ ടേബിളിൽ വേറൊരു ഫുഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ചോദിച്ചേ അത് മതിയായിരുന്നു. ഇറ്റ് വർക്ക്സ് എവ്രിവെയർ. നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ നോക്കുന്നതാണ്. എന്താ വെച്ചാൽ പണ്ട് ഈ നോട്ടമില്ല. എന്തുകൊണ്ട്? പണ്ടെല്ലാവരും ഭയങ്കര ആലോചിച്ച് ഐഡിയൽ പാർട്ട്ണറാണോ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ല, ചോയ്സ് ഇല്ല. ഇനി ഇത് വേറൊരാളാണ് ബെറ്റർ ചോയ്സ് എന്ന് തോന്നിയാലും ഓപ്ഷൻ ഇല്ല. പണ്ടത്തെ പ്രേമവിവാഹങ്ങളും ഒളിച്ചോട്ടം നടക്കുന്നത് എപ്പോഴും ഒരു പഞ്ചായത്തിനകത്താണ്. കാരണം പ്രേമിക്കണമെങ്കിൽ കാണണ്ടേ, അടുത്തടുത്ത് പ്രോക്സിമിറ്റി വരണ്ടേ. ഇപ്പം അതല്ലല്ലോ. ബെൽജിയത്തിലിരിക്കുന്ന കുട്ടിയെ പ്രേമിച്ച് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തോന്നും ജർമ്മനിയിലിരിക്കുന്ന കുട്ടിയാണ് കുറച്ചുകൂടെ നല്ലത്. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഈസ് ആക്സസിബിൾ ആൻഡ് ഇറ്റ് ഗീവ്സ് എ ഫീലിംഗ് ദാറ്റ് ഇഫ് ഐ ട്രൈ ഐ മൈറ്റ് ഗെറ്റ്. പണ്ട് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങ് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരെ അഭിനയിക്കും. ഇപ്പോൾ ആളുകൾ സാറ്റിസ്ഫൈഡ് അല്ല. ഇനി പഠിക്കുന്ന കാര്യത്തിലേക്ക് വരൂ. ലൈബ്രറിയിൽ ആൾക്കാർ പോയിരുന്ന് നോട്ട് എഴുതിയെടുക്കാറില്ല ഇപ്പോൾ. ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ചെയ്യുമായിരുന്നു. കാരണം അതേ ഉള്ളൂ ഓപ്ഷൻ. ലൈബ്രറി പോയാൽ ഇത് കിട്ടും. പുസ്തകം വാങ്ങാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പം അങ്ങനെയല്ല, ഒരാൾക്ക് കിട്ടിയാൽ മതി, അത് സ്കാൻ ചെയ്ത് PDF ആക്കി വാട്സാപ്പ് ഗ്രൂപ്പിലിടാം. ഇൻസ്റ്റൻ്റ്ലി ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടും. അവിടെയാണ് അടുത്ത ട്രാപ്പ്. ഇറ്റ് ഗീവ്സ് യു എ ഫീലിംഗ് ദാറ്റ് തിങ്സ് ആർ ഇൻ കൺട്രോൾ. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, നോട്ട് PDF ആയിട്ട് വരും. അങ്ങനെ ഓരോ ദിവസവും ഓരോ PDF വരും. സെമസ്റ്റർ എക്സാമിൻ്റെ തലേന്ന് നോക്കുമ്പോൾ 300 PDF ഫയൽ കാണും. അപ്പോഴാണ് ഈ ട്രാപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് എപ്പോൾ വായിക്കും? ബിക്കോസ് വി ഹാവ് എ ഫീലിംഗ് ദാറ്റ് തിങ്സ് ആർ വിത്ത് അസ്. നമുക്ക് കൺട്രോൾ ഉണ്ട്, സാധനം ഉണ്ടല്ലോ, നോട്ടുണ്ടല്ലോ എന്ന് പറയും. ഞാൻ MSc പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത്, MSc പ്രോജക്റ്റ് ചെയ്യുന്നത് 10-15 വർഷം മുമ്പാണ്. ഞാൻ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രോജക്റ്റ് ഗൈഡ് റിസർച്ച് പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. കീപ്പ് ഇറ്റ് ഓൺലൈൻ ആൻഡ് റീഡ്. കാരണം ഡൗൺലോഡ് ചെയ്താൽ നീ വിചാരിക്കും സാധനം കയ്യിലുണ്ട്. നോ, ഡോണ്ട് ഡൗൺ. ഓക്കെ, സാധനം കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്നൊരു തോന്നൽ കാരണം ഇത് നമ്മളെ അറ്റൻഷൻ, അതായത് ഇത് ഓവർ ദ കോഴ്സ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ടീച്ചിങ് നിൽക്കുമ്പോൾ സ്റ്റുഡൻ്റ് ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസം ഭയങ്കര പ്രകടമാണ്. ബിക്കോസ് ദേ ടെൻഡ് ടു ബി ലെസ് ആൻഡ് ലെസ് സീരിയസ് അബൌട്ട് ദ ക്ലാസ് റൂം. കാരണം ഇതിൻ്റെ ആവശ്യമില്ല, സാധനം വരുമല്ലോ, നോട്ട് വരും. ടീച്ചറിൻ്റെ ക്വാളിറ്റി അടുത്ത വിഷയം. ഇങ്ങനെ പറയിപ്പിക്കുന്നത് കേട്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല എന്ന ഇമ്പ്രഷൻ, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും, അതിന് കാരണങ്ങളും ഉണ്ടാവും. സോ കമ്മിങ് ടു ദ അറ്റൻഷൻ സ്പാൻ, ഇറ്റ് ഈസ്, അത് നമ്മൾ സ്വാഭാവികമാണെന്നേ മനസ്സിലാക്കാവൂ. നമ്മുടെ ബ്രെയിൻ എപ്പോഴും റിവാർഡാണ് വേണ്ടത്. ഹണി റോസ് ആണോ വൈശാഖൻ തമ്പിയുടെ ക്ലാസ് ആണോ റിവാർഡിങ്? നമ്മളെന്തിനാ തർക്കിക്കുന്നു? ആ ചോദ്യത്തിന് അർത്ഥമില്ല. അപ്പോൾ നമുക്ക് റിവാർഡ് ചെയ്യുന്നത് ഫോൺ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ പ്രോബബിൾ ടു ബി മോർ റിവാർഡിങ് ദാൻ വാട്ട് യു ആർ ലേണിങ്. നിങ്ങളത് എടുക്കും. അപ്പോൾ ആകെ അറിയാവുന്ന യു നോ ദ ട്രാപ്പ് ആൻഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. മനുഷ്യൻ എപ്പോഴും ഗ്രാറ്റിഫിക്കേഷൻ സീക്ക് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഒരു 2 വാക്കുകളുണ്ട്: ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, യു പ്രിഫർ ദ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രസൻറ്റ്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, യു ക്യാൻ ഡിലേ യുവർ ഗ്രാറ്റിഫിക്കേഷൻ ഫോർ സം ടൈം. ഇത് വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ വരെ സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാർഷ്മെല്ലോ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഒരു കുഞ്ഞിൻ്റെ 3-4 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു. എന്നിട്ട് പറയും, നീ 1 മണിക്കൂർ, കുട്ടിക്ക് 1 മണിക്കൂർ മനസ്സിലാവില്ല, ക്ലോക്ക് ഇപ്പോൾ 10 മണിയാണ്, ഇത് കറങ്ങി 11-ലെത്തുമ്പോൾ അപ്പോഴും നീ ഈ ചോക്ലേറ്റ് കഴിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് 1 ചോക്ലേറ്റ് കൂടി തരും. വേണമെങ്കിൽ ഇത് കഴിക്കാം, പക്ഷേ 1 മണിക്കൂർ കഴിക്കാതിരുന്നാൽ 1 ചോക്ലേറ്റ് കൂടെ കിട്ടും. അപ്പോൾ ലാഭം നോക്കുമ്പോൾ 1 മണിക്കൂർ വെയിറ്റ് 2 ചോക്ലേറ്റ് കിട്ടും. ഭൂരിഭാഗം കുട്ടികൾ ഇരിക്കത്തില്ല. അവിടെ വരാൻ പോകുന്ന ചോക്ലേറ്റ് വന്നോട്ടെ, വന്ന് പ്രധാനം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആളിനെ കുട്ടിക്ക് വിശ്വാസം വേണം. അതായത് 1 മണിക്കൂർ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞത് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഈ പരീക്ഷണത്തിന് വിലയുള്ളൂ. ഉറപ്പുള്ളവർ ചെയ്ത പരീക്ഷണത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടിയെ ഭൂരിഭാഗം പേരും ഇത് വെക്കുന്ന കുട്ടികളുണ്ട്. സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ 20 വർഷം കഴിഞ്ഞപ്പം ഭയങ്കര ഹൈ പെർഫോമേഴ്സായിട്ട് മാറി. അതായത് പരീക്ഷയുടെ തലേന്ന്
വിജയിൻ്റെ പുതിയ പടം റിലീസ് ചെയ്താൽ ആ പടം അവിടെ ഓടും, ഒരാഴ്ച കഴിഞ്ഞും കാണാം. ആ സാറ്റിസ്ഫാക്ഷൻ ഒരാഴ്ച ഡിലേ ചെയ്യാൻ പറ്റുമോ? പറ്റാത്തവരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുള്ള 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒരു കാറ്റഗറി ആൾക്കാർ പറയുന്നത് പരീക്ഷ ആകുമ്പോൾ വേൾഡ് കപ്പ് എങ്ങനെ കാണും, വേൾഡ് കപ്പ് വരുന്നു പരീക്ഷയായി എങ്ങനെ കാണും. മറ്റേ കൂട്ടർ വിചാരിക്കുന്നത് വേൾഡ് കപ്പ് ആണല്ലോ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കും എന്നാണ്. രണ്ടും 2 കൺസേൺസ് ആണ്. പരീക്ഷ ആയതുകൊണ്ട് വേൾഡ് കപ്പ് എങ്ങനെ കാണും എന്നുള്ള കൺസേൺ, വേൾഡ് കപ്പ് ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കും എന്നുള്ള കൺസേൺ. 2 പ്രയോറിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, പഠിക്കുന്ന ആളുകളാണ് ചൂസ് ചെയ്യേണ്ടത്. എനിക്കിതിൽ ഏതാണ് പ്രയോറിറ്റി. ഓക്കെ, ഞാൻ ഉള്ളത് പറയാമല്ലോ, ഫിസിക്സ് അധ്യാപകനാണ്. ഒരു റീലിൻ്റെ വലിപ്പത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒന്നും ഫിസിക്സിൻ്റെ സിലബസിലില്ല. നോ വേ. ഒന്ന്, അത് റീൽ വലിപ്പത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം just because you are sitting there, it means that you are serious. But in fact, if you are not serious, that's not your cup of tea. വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ഇനി പ്രാക്ടിക്കൽ ടിപ്സ് വേണമെങ്കിൽ പറയാം. ഞാൻ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾ പുസ്തകത്തിൽ പഠിക്കാൻ പോകുന്നതിനേക്കാളും എന്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നടക്കാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ കേൾക്കുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ടേ പഠിക്കാനിരിക്കാവൂ. ഫോൺ വേറൊരു റൂമിൽ കൊണ്ടുവെക്കുക. നിങ്ങൾ കുറച്ച് നേരം എന്തായാലും പഠിക്കും. നോട്ടിഫിക്കേഷൻ കേട്ടാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് തിരിയും. ഇനി അതെടുത്ത് തുറന്നു നോക്കാതെ ഇതിൽ ശ്രദ്ധ നിൽക്കില്ല. ക്വൈറ്റ് ഓബ്വിയസ്. ഇപ്പോൾ ആൾക്കാരെ ഞാൻ എപ്പോഴും വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, ബിഹേവിയർ. നമുക്ക് കൂടുതൽ റിവാർഡിങ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എക്സർസൈസ് ചെയ്യാനാണോ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണാനാണോ സാധ്യത കൂടുതൽ? ദെർ വാസ് എൻ എഞ്ചിനീയർ. അദ്ദേഹത്തിന് ആരോഗ്യവും സൂക്ഷിക്കണമെന്നുണ്ട്, നെറ്റ്ഫ്ലിക്സും കാണണമെന്നുണ്ട്. പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളി എഞ്ചിനീയർ ആയതുകൊണ്ട് അയാളൊരു മോട്ടറൈസ്ഡ് സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ടി വിയുടെ സ്ട്രീമിങ്ങിനെ ഡിജിറ്റൈസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പുള്ളി മറ്റേ എലിപ്റ്റിക്കലല്ലേ എക്സസൈസ് ചെയ്യുന്ന ചവിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നെറ്റ് കണക്റ്റ് ആവൂ. സ്ട്രീം ചെയ്യണമെങ്കിൽ ഇതിൽ കയറി ചവിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എക്സർസൈസ് നടക്കും, നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിങ് നടക്കും. കാരണം ഹി യൂട്ടിലൈസ്ഡ് എ വെരി ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. സംതിങ് ഇഫ്, അതായത് ഈ സാധനത്തിന് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിവാർഡിങ് ആയിട്ടുള്ള ആ സാധനം അവിടെ വേണം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ സൗകര്യമായിട്ടുള്ള റിവാർഡുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, ഹാബിറ്റ് ആക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ നോക്കി ഇതിനെ മറികടക്കാനേ പറ്റുള്ളൂ. സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നമല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 45 മിനിറ്റ് നമുക്ക് ക്ലാസ് കേട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ പ്രൈം ക്വസ്റ്റ്യൻ അല്ലേ. 45 മിനിറ്റ് ക്ലാസ് എന്നല്ല, ഒന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്റ്റുഡൻസിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പം പണ്ട് 1 മണിക്കൂർ 45 മിനിറ്റും ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതിയൊക്കെ വന്ന ഒരു ജനറേഷൻ തന്നെയാണ് നമ്മൾ. പക്ഷേ നമുക്ക് പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റാറില്ല. അറ്റൻഷൻ സ്പാൻ കിട്ടുന്നില്ല. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്കുണ്ടായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ റീൽസ് കാണുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 1 മണിക്കൂർ ഇരുന്ന് പത്രം വായിക്കുന്നതിന് പകരം ഈസി ആയിട്ട് ഓൺലൈനിൽ ന്യൂസ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ആയിട്ട് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വരുന്ന ഒരു ട്രാപ്പാണത്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം എനിക്കത് വളരെ ലക്കി ആയിട്ട് തോന്നാറുണ്ട്. എൻ്റെയൊക്കെ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് ലൈബ്രറി പോവുക, ഇതിനൊക്കെ പുറത്തുള്ള ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഓപ്ഷൻസ് ഇല്ല എന്നല്ല, വളരെ 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 ലിമിറ്റഡ് ആണ്. അപ്പം ഇത്രയധികം ഡീവിയേഷൻസ്, ഡൈവേർഷൻസ് നമ്മളുടെ ഒരു അക്കാഡമിക് ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ വന്ന് ചുരുക്കമാണ്. ഇപ്പോഴത്തെ സാഹചര്യമായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ആയേനെ, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇത് ആത്യന്തികമായിട്ടും അധ്യാപകനെ സംബന്ധിച്ചിടത്തോളവും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും പ്രൈമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമാണ്. കാരണം അവരാണ് പോയി പരീക്ഷ എഴുതേണ്ടതും ബാക്കി ഹയർ സ്റ്റഡീസിന് പോവുക, അല്ലെങ്കിൽ അവരുടെ മുന്നിലാണ് കുറേ അധികം ടാസ്ക് ഇനി കൂടുതൽ കിടക്കുന്നത്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു സെമസ്റ്റർ എൻഡ് ചെയ്യുക, അതിൻ്റെ ഇവാലുവേഷൻ നടത്തുക, അവിടെ കൊണ്ട് കഴിഞ്ഞു അല്ലേ, വളരെ ഹാർഷ് റിയാലിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ വിദ്യാർത്ഥികളെ നെസസിറ്റേറ്റ് ചെയ്യിക്കുന്നില്ല. ഇപ്പം സാറ് പറഞ്ഞു നമുക്ക് PDF ആയിട്ടെല്ലാം കിട്ടും. ശരിയാണ്, ലൈബ്രറിയിൽ പോകേണ്ട ആവശ്യമില്ല, റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും സ്കാൻ ചെയ്ത് എടുത്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റഡി മെറ്റീരിയലായിട്ടും ധാരാളം നമ്മുടെ മുന്നിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതവിടെ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഒരു ഭാഗത്തുണ്ട്.
ഇനി ഇതൊക്കെ നമുക്ക് ഒബ്വിയസ്ലി എക്സാമിന് 4 ദിവസം മുമ്പ് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വായിക്കാൻ പറ്റില്ല, ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ അടുത്ത സൊല്യൂഷൻ ഉണ്ട്. ഈ ഗൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുട്ടി കുട്ടി ബുക്ക്. അത് എല്ലാ സബ്ജക്ട്സിനും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എക്കണോമിക്സിൻ്റെ ടീച്ചറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് കാണുന്നത് ഈ ഗൈഡിൽ നിന്ന് ഒരു മോചനം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് വെറുതെ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടി 10 ടെക്സ്റ്റ് നോക്കുന്നത്? എന്തിനാ? എല്ലാം വളരെ ക്യാപ്സ്യൂൾ ഫോമിൽ ഇവിടെ എടുത്ത് അടിച്ചു വെച്ചേക്കുമല്ലേ. അതങ്ങ് തലേ ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് വായിക്കുക, എക്സാം എഴുതുക, ഡെഫിനറ്റ്ലി പാസ്സാവും. അപ്പം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും വിദ്യാർത്ഥിയെ ചലഞ്ച് ചെയ്യുന്ന തരം ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളുടെ പരീക്ഷ പേപ്പറുകളിൽ കാണാറില്ല. നമ്മൾ പറയുമ്പോൾ കുറേ അധികം സിലബസ് റിവിഷൻസ് നടത്താറുണ്ട്, കുറേ അധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഒരു 10-12 വർഷം മുമ്പ് ഞാൻ എക്സാം എഴുതിയപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് ആണോ ഞാൻ ഫേസ് ചെയ്തിരുന്നത്, അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വള്ളി പുള്ളി വിടാതെ ഇപ്പോഴും ഞാൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇപ്പോൾ എക്കണോമിക്സിൽ എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബുക്സ് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഗൈഡ് വാങ്ങിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ബേസിക് നീഡെന്ന് പറയുന്നത് വിദ്യാർത്ഥിയെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവാം. അതൊരു ഭാഗത്ത്. അപ്പം നിങ്ങൾ അറ്റ് ദ എൻഡ് നിങ്ങളുടെ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ സമയത്ത് ലാസ്റ്റ് മിനിറ്റിലത്തെ ഒരു 4-5 ദിവസത്തെ പരിപാടി കൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സും ലൈബ്രറിയും ഒക്കെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവായി തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരു പാർട്ടാണ്, ഒരു വേ ആണ്. പിന്നെ ചില സബ്ജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ ക്ലാസ്സസ് കൂടുതൽ എൻഗേജിങ് ആക്കാം. ഇപ്പം സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ അത് പോസിബിളാണ്. ഇപ്പം എക്കണോമിക്സ്, ഞാൻ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റുഡൻസിനെ കൂടെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കുറേ ടാസ്കുകളൊക്കെ കൊണ്ടുവരാനോ കുറേ കൂടെ ക്ലാസ് റൂംസ് സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആക്കാനോ ഒക്കെ സാധിക്കും. പക്ഷേ എല്ലാ സബ്ജക്ട്സിലും അത് പറ്റില്ല. ഇനി ഒരു സോഷ്യൽ സയൻസ് എടുത്താൽ തന്നെ എല്ലാ പേപ്പറിലും അത് സാധിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ സ്റ്റുഡൻസിൻ്റെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയുന്നത് പോലെ വ്യക്തികളിൽ അധിഷ്ഠിതമാണ് എന്നെനിക്ക് തോന്നുന്നു. ഓരോരുത്തരും എന്തിലാണ് മോട്ടിവേറ്റഡ് ആവുന്നതെന്നനുസരിച്ച് മാത്രമേ അത് വർക്കൗട്ട് ആവാൻ സാധിക്കുകയുള്ളൂ. അതൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ സൊല്യൂഷൻ, ക്ലാസ്സിൽ ഇരിക്കുന്ന 70 പേരുടെയും അറ്റൻഷൻ ഞാൻ ഈ 40 മിനിറ്റ് കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ഒന്നും ഡിവൈസ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ലൈറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂംസിനെ കൂടെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാൻ എളുപ്പമാണെങ്കിൽ കൂടി പലപ്പോഴും അത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ എളുപ്പമല്ല. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളൊരു സെമസ്റ്റർ കമൻസ് ചെയ്യുന്നു, ക്ലാസ് തുടങ്ങുന്നു, മേ ബി ചിലപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3.5 മാസം കഴിയുമ്പോഴത്തേനും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ശരിയല്ലേ? കടൽ പോലെ ഒരു സിലബസ് ഉണ്ടാവും. അപ്പോൾ അത് പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആക്കാം, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി പരിമിതികളുണ്ട്. അവിടെ അവരുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും സിലബസ് ഒന്ന് കവർ ചെയ്ത് തീർക്കുക. അപ്പോൾ ഈ 2 സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ആവശ്യങ്ങൾ തമ്മിലും ക്ലാഷ് ആവുന്നുണ്ട് പല പോയിന്റിലും. അപ്പോൾ ഇത് എന്താണ്, കുറേ അധികം കാര്യങ്ങൾ സിസ്റ്റം ഡിറ്റർമിൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ